നമസ്കാരം. ഇന്ന് ഇതുവരെയുള്ള വാർത്തകളുടെ സമഗ്ര ചിത്രം കാണാം. പകൽ വാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന വാർത്തകൾ. ശബരിമലയിലെ സ്വർണ്ണപ്പാളി തട്ടിപ്പിൽ കാണാതായിട്ടുള്ളത് 5 കിലോയ്ക്കടുത്ത് സ്വർണം. വിജയ് മല്യ നൽകിയത് 24 ക്യാരറ്റ് സ്വർണമെന്ന് സ്ഥിരീകരിച്ച് അന്ന് പരിശോധന നടത്തിയ സെന്തിൽനാഥൻ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. വിവരങ്ങൾ തേടിയത് സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച്. സത്യം തെളിയുമെന്ന് ഉണ്ണികൃഷ്ണൻ. ഓണം ബമ്പർ അടിച്ച ഭാഗ്യശാലി ഇപ്പോഴും കാണാമറയത്ത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാൻ താല്പര്യമില്ലെന്ന് ലോട്ടറി അടിച്ച നെട്ടൂർ സ്വദേശിനി. സമ്മാനം കിട്ടിയെങ്കിൽ ബാങ്കിനെ സമീപിച്ചോളാമെന്ന് പറഞ്ഞെന്ന് ഏജന്റ് ലതീഷ്. കുട്ടികളുടെ കൂട്ടക്കുരുതിക്കിടയാക്കിയ കോൾഡ് ഡ്രിപ്പ് സിറപ്പ് നൽകാൻ നിർദ്ദേശിച്ച ഡോക്ടർ അറസ്റ്റിൽ. നടപടി നിയമവിരുദ്ധമായ മരുന്ന് നിർദ്ദേശിച്ചതിന്. സിറപ്പിന്റെ നിർമ്മാതാക്കൾക്കെതിരെയും കേസ്. വിൽപ്പന നിരോധിച്ച് കേരള, തെലങ്കാന, മധ്യപ്രദേശ് സർക്കാരുകൾ. കഫ് സിറപ്പ് കഴിച്ച് രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഇതുവരെ മരിച്ചത് 18 കുഞ്ഞുങ്ങൾ. ഗാസ സമാധാന കരാറിൽ ഈജിപ്തിൽ ചർച്ചകൾ തുടങ്ങി. ബന്ദിമോചനം ഏത് തരത്തിൽ നടത്തണമെന്നതിൽ പ്രധാന ചർച്ച. കരാർ പൂർണ്ണമായി അംഗീകരിക്കാൻ ഹമാസിന് അനുവദിച്ച സമയപരിധി തീരാൻ ഇനി മണിക്കൂറുകൾ മാത്രം. കാസർഗോഡ് കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മൈം ഷോ തടസ്സപ്പെടുത്തിയ അധ്യാപകരെ സംരക്ഷിച്ച് DDE റിപ്പോർട്ട്. വിദ്യാർത്ഥികൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായതാണ് കലോത്സവം നിർത്തിവെക്കാൻ കാരണമെന്ന പ്രാഥമിക റിപ്പോർട്ട്. കലോത്സവം തടസ്സപ്പെടുത്തിയത് മൈമിൽ പലസ്തീൻ ഐക്യദാർഢ്യം കലാപരിപാടികളെ അവിടെ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവരെ നിർത്തിവെക്കുമെന്ന് പറഞ്ഞാൽ അവർക്ക് നിർത്തിവെക്കാൻ എന്താ അവകാശം? ആരാ കൊടുത്ത അധികാരം? ഇത് നിർത്തിവെക്കുന്നതിന് വേണ്ടി ഉത്തരവ് കൊടുത്ത ഉദ്യോഗസ്ഥ മറുപടി പറയേണ്ടി വരും. അതേ വേദിയിൽ മൈം അവതരിപ്പിക്കാൻ അവസരമൊരുക്കുമെന്ന് വിദ്യാർത്ഥികൾക്ക് മന്ത്രിയുടെ ഉറപ്പ്. വിവാദങ്ങൾക്കിടെ വനിതാ ഏകദിന ലോകകപ്പിൽ ഇന്ന് ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ. ഇന്നും ഹസ്തദാനം ഉണ്ടാവില്ല. കൊളംബോയിൽ മത്സരത്തിന് മഴ ഭീഷണി. വിശദമായി നോക്കാം. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തുടർച്ചയായി 2ാം ദിവസവും ചോദ്യം ചെയ്ത് ദേവസ്വം വിജിലൻസ്. സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. വിഷയത്തിൽ സർക്കാരിനെതിരെ നീക്കം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചാൽ സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കും. തുടർച്ചയായ 2ാം ദിവസവും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്തു. ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് വൈകാതെ കോടതിയിൽ കൊടുക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന. അതിന്റെ ഭാഗമായി കൂടിയാണ് തുടർച്ചയായ 2ാം ദിവസത്തെയും ചോദ്യം ചെയ്യൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക സ്രോതസ്സിനെക്കുറിച്ചും അയാളുടെ മറ്റു ഡീലിങ്സ്, ബിസിനസ് സംരംഭങ്ങളെക്കുറിച്ചുമൊക്കെയാണ് പ്രധാനമായും വിജിലൻസ് ഇന്ന് ചോദിച്ചറിഞ്ഞത്. ഇയാൾക്ക് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുണ്ട്. തിരുവനന്തപുരത്തടക്കം പല റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളും ഇയാൾ നടത്തിയിട്ടുണ്ട്. അതിനുള്ള വരുമാന സ്രോതസ് എന്ത് എന്നാണ് പ്രധാനമായും ഇയാളിൽ നിന്ന് വിജിലൻസ് വിവരം ശേഖരിച്ചത്. മണ്ണന്തല പോലീസ് സ്റ്റേഷന് കീഴിൽ ഇയാൾ പ്രതിയായ ഒരു കേസുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളും പോലീസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ചോദിച്ചറിഞ്ഞു. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയി പല സ്ഥലങ്ങളിലും പൂജയ്ക്ക് വച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ പേരിൽ സാമ്പത്തികമായി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വിജിലൻസ് നൽകിയിരിക്കുന്ന മൊഴി. തൻ്റെ എൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പമാണ് പല സ്പോൺസർഷിപ്പും നടത്തിയിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് അതിൽ സാമ്പത്തികമായ ഒരു നേട്ടവും താൻ ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വിജിലൻസ് നൽകിയിരിക്കുന്ന മൊഴി. എന്നാൽ വിജിലൻസ് ഇത് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. നേരത്തെ ഹൈക്കോടതിയും ഇയാളുടെ സാമ്പത്തിക സ്രോതസ്സിനെക്കുറിച്ച് വരുമാനത്തെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി ഇൻകം ടാക്സ് രേഖകൾ അടക്കം ഹൈക്കോടതിയിൽ ഇയാൾ സമർപ്പിച്ചിരുന്നു. വിജിലൻസും അക്കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഇയാളുടെ ബാങ്ക് രേഖകൾ പരിശോധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണം ഇന്ന് നടക്കേണ്ടത് വിജയ് മല്യ നൽകിയെന്ന് പറയുന്ന സ്വർണം. വിജയ് മല്യ സ്വർണം പൂശിയ ശബരിമല ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക ശില്പത്തിലും മറ്റ് ശ്രീകോവിലിലെ വാതിലിലുമൊക്കെ പിന്നീട് സ്വർണ്ണമില്ലാതായെങ്കിൽ, ഏതായാലും ദ്വാരപാലക ശില്പം ഉണ്ണികൃഷ്ണൻ 2019 കൈമാറുമ്പോൾ അത് ചെമ്പായിരുന്നു എന്ന് ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഈ വിജയ് മല്യ പൂശിയ സ്വർണം പിന്നീട് ചെമ്പായി മാറിയത്? അതിലാർക്കൊക്കെ പങ്കുണ്ടെന്ന കാര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ സംശയങ്ങൾ, ദുരൂഹതകൾ ഉയരുന്നത്. ദേവസ്വം ബോർഡ് കൂടി മറുപടി പറയേണ്ട വിഷയമായി ഇത് മാറുന്നത് ഇപ്പോൾ ഹൈക്കോടതി പരിഗണന വിഷയമാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ ഒരു പെട്ടെന്ന്
അന്വേഷണം പ്രഖ്യാപിക്കില്ല. പക്ഷേ ഈ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് അധികം വൈകാതെ കോടതിയിൽ കൊടുക്കുകയും കോടതി നിർദ്ദേശം പറയുന്ന ഏത് തരത്തിലുള്ള അന്വേഷണം സർക്കാർ തയ്യാറാവുകയും ചെയ്യും. കാരണം വലിയൊരു രാഷ്ട്രീയ വിവാദമായി അടക്കം മാറുന്നുണ്ട്. സർക്കാരിനെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു വിഷയമായി ഇത് മാറുമോ എന്ന ആശങ്ക സർക്കാരിനുമുണ്ട്. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അപ്പുറത്തേക്ക് ശബരിമലയിലെ ഈ സ്വർണ്ണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു സമഗ്രമായ അന്വേഷണത്തിന് കൂടി സർക്കാർ തയ്യാറെടുക്കുന്നതായാണ് സൂചന. നാളെ നിയമസഭയിൽ പ്രതിപക്ഷം ഈ വിഷയത്തെ ശക്തമായി ഉന്നയിക്കാൻ ആലോചിക്കുന്നുമുണ്ട്. വി അരുണിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളുടെയും പീഠങ്ങളുടെയും തിരിമറിയിലൂടെ കാണാതായിരിക്കുന്നത് 5 കിലോയ്ക്കടുത്ത് സ്വർണമാണ്. അതായത് 600 പവനോളം സ്വർണം. ഒരു സെറ്റ് സ്വർണ്ണപ്പാളികൾ എവിടെയെന്ന് കണ്ടെത്തണമെന്ന് കോടതി ആവശ്യപ്പെട്ടതും ഇത് മനസ്സിലാക്കിയാണെന്ന് ഷെന്തിൽനാഥൻ ന്യൂസ് 18നോട് പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. രണ്ട് ദ്വാരപാലക ശില്പങ്ങൾക്കുമായി 5 കിലോയുടെ സ്വർണം ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? അതുകൂടാതെ ബാക്കി ഭാരം എന്ന് പറയുന്നത് ആ ഒരു ചെമ്പിന്റെ ഭാരമാണ്. അപ്പോൾ ചെമ്പിന്റെ ഭാരം കൂടാതെ 5 കിലോ സ്വർണം കൂടി. അങ്ങനെ വരുമ്പോൾ 2 ദ്വാരപാലകർക്കുമായിട്ട് ഏകദേശം 25 കിലോ ഇല്ലേ? അല്ല, അതല്ല, ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ആ 2 ദ്വാരപാലകര് ചെമ്പ് ഉൾപ്പെടെ ഉള്ള വെയിറ്റാണ് നിങ്ങൾ പറഞ്ഞ 25 കിലോ എന്ന് പറഞ്ഞത്. ആയിരിക്കാം. പക്ഷെ ഗോൾഡ് മാത്രം 5 കിലോസ് അതിൻ്റെ അകത്തുണ്ട്. അവിടെ ചെമ്പിൻ്റെ പോർഷൻ ഒന്നുമില്ല. എവ്രിതിങ് കവേർഡ് വിത്ത് ഗോൾഡാണ്. മനസ്സിലായില്ലേ? കംപ്ലീറ്റ് ദ്വാരപാലകർ ഗോൾഡ് വെച്ച് പൂശി ഗോൾഡ് പ്ലേറ്റഡ്. അതായത് ചെമ്പ് സ്വർണ്ണപ്പാളികളാണ്. സ്വർണ്ണപ്പാളികളായിട്ട് ഏകദേശം 14 രണ്ടും കൂടെ സ്വർണ്ണപ്പാളികൾ അതിന് ലയിപ്പിച്ചിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. 407 ഗ്രാം, അതായത് 397 ഗ്രാം ആയിരുന്നു 2019 കൊണ്ടുവന്ന സമയത്ത്. ഇപ്പോൾ കഴിഞ്ഞ മാസം അത് ഒന്നുകൂടി അറ്റകുറ്റപ്പണി ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ ഒരു 10 ഗ്രാം സ്വർണം കൂടി കൂടുതലിട്ടു, സ്വർണം പൂശി. അങ്ങനെ വന്നപ്പോൾ 407 ഗ്രാം. 407 ഗ്രാം എവിടെ കിടക്കുന്നു? 5 കിലോ എവിടെ കിടക്കുന്നു? അതെ, ഞാനും അത് കേട്ടായിരുന്നു. പക്ഷേ ഇതിൽ സംശയം തോന്നുന്നത് ആസ് എ എന്താ പറയുക, ഒരു ന്യൂട്രൽ പേഴ്സണായിട്ട്, വിദഗ്ധൻ എന്നുള്ളത് മാറ്റി വയ്ക്കുക, ഒരു ഭക്തൻ എന്നുള്ള രീതിയിൽ കൂടി ഒരു തേർഡ് പേഴ്സൺ കൂടി നമുക്കൊരു വ്യൂ പോയിൻ്റ് ഉണ്ടല്ലോ. ആ വ്യൂ പോയിന്റിൽ ഇത് അറിയാവുന്ന ഒരു സത്യം കൂടി ആയതുകൊണ്ട് ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യമാണ്. ഒന്നില്ലെങ്കിൽ പുതിയ സ്ട്രക്ചർ, അതായത് ആസ് എ ഹോൾ ഈ ദ്വാരപാലകരെ പുതിയത് ഉണ്ടാക്കി ആ ചെമ്പ് കൊടുത്ത് വിട്ട് കാണണം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറഞ്ഞ ഉത്തരവിട്ട് കാണണം. ഈ രണ്ടുമാണെങ്കിൽ ആ ഉത്തരവ് അവിടെ കാണണം. ശരിയല്ലേ? ഈ പുതിയത് ചെയ്യാൻ പറഞ്ഞ ആളോ ചെയ്ത് കൊടുത്തു വിട്ടാലും ഇത് ചെമ്പാണെന്നുള്ളത് ആ ഒരു രേഖ അവിടെ കാണണം. 100% ഷുവറാണത്, തർക്കമില്ലാത്ത കാര്യമാണ്. ഇത് നമ്പർ 1. നമ്പർ 2 എന്ന് പറയപ്പെടുന്നത് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ പഴയത് അയച്ചു വെച്ച് കാണണമല്ലോ, അത് അവരുടെ സ്റ്റോറേജിൽ കാണണമല്ലോ. അപ്പോൾ അത് കണ്ടുപിടിക്കണം. ഇന്നത്തെ കോടതിയുടെ ഒരു വിധിപ്പറിപ്പിൽ കണ്ടായിരുന്നു, അത് വിജിലൻസ് ഓഫീസറുണ്ടോ അന്വേഷിച്ചപ്പോഴേക്കും അതവിടെ ഉണ്ടായിരുന്നില്ലെന്നോ രണ്ടാമത് ഒരു സെറ്റ് ദ്വാരപാലക ശില്പങ്ങൾ കൂടി ഉണ്ടല്ലോ, അതെവിടെയാണ്? അത് ഈ ആഭരണങ്ങളെ കുറിച്ചാണ് കോടതി ചോദിക്കുന്നത്. അത് ഇതുവരെ കണ്ടെത്താൻ കഴിയില്ല. താങ്കൾ കൃത്യമായിട്ട് സംശയിക്കുന്നത് അങ്ങനെ ഒരു പുതിയ ചെമ്പുപാളി ഉണ്ടാക്കി അതിൽ 2019 സ്വർണം പൂശി കൊണ്ടുവന്നു. അപ്പോൾ വിജയ് മല്യ, ഇപ്പോൾ താങ്കൾ നേരത്തെ പ്രതിപാദിച്ച ആ 5 കിലോ സ്വർണം ആവരണം ചെയ്ത ആ 2 പാളികളും അതെവിടെയോ മാറ്റി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ മറ്റൊരു കാര്യം കൂടി സംഭവിക്കാം, കാണണമല്ലോ. അത് അവരുടെ സ്റ്റേറ്റ്മെന്റ് ആണ്, നമ്മുടെ സ്റ്റേറ്റ്മെന്റ് അല്ല. കൊണ്ടുവരിക അവരുടെ സ്റ്റേറ്റ്മെന്റ് അല്ല, അവർ പറയുന്ന സ്റ്റേറ്റ്മെന്റാണ് നമ്മളിവിടെ പറയുന്നത്. ശരിയല്ലേ? അതായത് രണ്ടാമത്തെ സെറ്റ് ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ നാച്ചുറലി ആദ്യത്തെ സെറ്റ് എവിടെ പോയെന്നുള്ള ചോദ്യം ഞാൻ ചോദിച്ചില്ലെങ്കിലും എത്ര പേര് ചോദിക്കാനുണ്ട് അതിൻ്റെ പുറയിലുണ്ടാവും. എല്ലാ ഭക്തന്മാരും ചോദിക്കില്ലേ? നിത്യം കണ്ടുകൊണ്ടിരിക്കുന്നവർ ചോദിക്കില്ലേ ഇതെവിടെ പോയെന്നുള്ളത്? അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല. അതെ, ഉണ്ടെങ്കിൽ അത് പറയണം, അത് രേഖപ്പെടുത്തണം. അത് ചോദിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോടതി ചോദിച്ചിരിക്കുന്നത്. ഇതേപോലെ അതും കൂടി കണ്ടെത്തണം, അതിൻ്റെ റിപ്പോർട്ട് തരണം. സ്വർണ്ണപ്പാളി വിവാദത്തിൽ സത്യസന്ധമായ അന്വേഷണം നടക്കട്ടെ എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാർ 2019 നവീകരണത്തിന് നൽകിയത് സ്വർണം പൂശിയ ചെമ്പ് പാളി ആകാമെന്നും പത്മകുമാർ പറഞ്ഞു. ശബരിമലയുമായി ബന്ധപ്പെട്ട് താൻ മോശം കാര്യം ഒന്നും ചെയ്തിട്ടില്ല. താൻ ചുമതലക്കാരനായി ഇരിക്കവേ ശബരിമലയിൽ നിന്നും ഒരു തരി പൊന്നുപോലും പോയിട്ടില്ല. എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണമെന്നും മഹസർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അല്ല, ഇതിനകത്തിപ്പോൾ അന്വേഷണം നടക്കട്ടെ.
സത്യസന്ധമായിട്ടുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കണമെന്നാണ് എൻ്റെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ്. ഇതിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ 2 വർഷം പ്രസിഡൻ്റായിരുന്ന സമയത്താണ് സ്ത്രീ പ്രവേശന പ്രശ്നം, അതുപോലെ തന്നെ കോവിഡ് തുടങ്ങിയിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ, അതിനിടയ്ക്കാണല്ലോ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് അന്വേഷണം ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞു. ബാക്കിയുള്ള ആരെയൊക്കെയാണോ ചോദ്യം ചെയ്യേണ്ടത് അവരെയൊക്കെ ചോദ്യം ചെയ്യട്ടെ. ചോദ്യം ചെയ്തിട്ട് സത്യസന്ധമായിട്ടുള്ള കാര്യം വെളിയിൽ വരണം. എന്തായാലും ഒരു കാര്യം ഞാൻ വീണ്ടും ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരു കഴഞ്ചു പോലും എന്തെങ്കിലും ഒരു മോശത്തരം ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ സത്യസന്ധമായി അന്വേഷണം നടത്തി കുറ്റവാളികളായിട്ടുള്ളവരെ ശിക്ഷിക്കപ്പെടണം എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. സ്വർണ്ണപ്പാളിയും ദ്വാരപാലക ശില്പവും കുടുംബക്ഷേത്രത്തിൽ പൂജയ്ക്ക് കൊണ്ടുവന്നിരുന്നുവെന്ന് സ്പോൺസർ അജികുമാറിന്റെ ഭാര്യ സുമംഗല. ശബരിമലയിലേക്ക് അജികുമാർ 2 മണി സ്പോൺസർ ചെയ്തിരുന്നുവെന്നും അങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പരിചയത്തിലായതെന്നും സുമംഗല ന്യൂസ് 18നോട് പറഞ്ഞു. സ്വർണ്ണപ്പാളികളും ദ്വാരപാലകരും കൊണ്ടുപോകുന്ന സമയത്ത് അജി കൂടെ പോയിട്ടുണ്ട്. അതിന്റെ മറ്റു കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. സാമ്പത്തികമായിട്ട് നമ്മൾ ശബരിമലയിൽ 2 മണി കൊടുത്തിട്ടുണ്ട്. അത് നമ്മളാണ് കൊടുത്തേക്കുന്നത്. ശബരിമലയിൽ 2 മണി കൊടുക്കാനായിട്ട് ആൾക്കാരെ സ്പോൺസർ ചെയ്യാൻ വേണ്ടി ഉണ്ണിത്തിരുമേനി അന്വേഷിക്കുന്ന സമയത്ത് ആരോ അജിയായിട്ട് പരിചയമാക്കി കൊടുത്തു. അജിയെ അങ്ങനെയാണ് ഉണ്ണിത്തിരുമേനിയായിട്ട് അജിക്ക് പരിചയം. അങ്ങനെയാണ് നമ്മൾ ശബരിമലയിൽ 2 മണി കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ഇതുപോലെ ദ്വാരപാലകരും ശ്രീകോവിലിന്റെ ഡോറും കൊടുക്കുന്ന സമയത്തൊക്കെ അജി ഇതിൽ പോയിട്ടുണ്ട്. മറ്റിടപാടുകൾ എനിക്കറിയത്തില്ല. 25 കോടിയുടെ ഓണം ബമ്പർ അടിച്ച ഭാഗ്യശാലി അജ്ഞാതയായി തുടരും. എറണാകുളം നെട്ടൂർ സ്വദേശിയായ സ്ത്രീയാണ് ആ ഭാഗ്യശാലി. മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാനോ പേര് പരസ്യപ്പെടുത്താനോ അവർ ആഗ്രഹിക്കുന്നില്ല. സമ്മാനാർഹയായിട്ടുണ്ടെങ്കിൽ ബാങ്കിനെ സമീപിച്ചോളാമെന്നാണ് ഏജന്റ് ലതീഷിന് ലഭിച്ച മറുപടി. അവരും ഇതേപോലെ തന്നെയാണ്. അവർ പേടിച്ചിരിക്കുന്നതാണ്. അവർ പാവങ്ങളാണ്. അവർ വലിയ വരാതിരിക്കുകയും ചെയ്യും. എന്തായാലും 12 മണിക്ക് അവർ വരൂലെന്ന് പറയുന്നുണ്ട്. എന്തായാലും അവർ വരൂല. അവർ പ്രത്യക്ഷപ്പെടാതിരിക്കുക എന്തെങ്കിലും ചെയ്യട്ടെ, അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. അവർക്ക് തന്നെയാണ് അടിച്ചേക്കണമെന്നുള്ളതാണ് ഞാനിപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. അവര് വരില്ല, പ്രത്യക്ഷപ്പെടില്ല. അവരെന്താന്ന് വെച്ചാൽ നാളെ മറ്റന്നാളായിട്ട് അവർ ബാങ്കിൽ പ്രസന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം. അത്ര കാര്യമാണ്. അവരുടെ പേരെന്താ? പേര് ഞാൻ പറയില്ല. എനിക്കറിയില്ല അവരെ എനിക്കറിയില്ല. എനിക്കറിയാം വേറൊരു പാർട്ടിയുടെ ഡീറ്റെയിൽസ് സംസാരിക്കാൻ. അവരെ ടിക്കറ്റും കാണിച്ചിട്ടുണ്ട്. അവർക്കാണെന്നുള്ളതാണ് പുള്ളി തീർത്ത് പറയണത്. എന്തായാലും നാളെ നിങ്ങൾക്കറിയാം. നാളെ മറ്റന്നാളെ നിങ്ങൾക്ക് അവരെന്തായാലും ബാങ്കിൽ പ്രസന്റ് ചെയ്യും. അപ്പൊ അറിയാതെ ഇതൊക്കെ അടിച്ച ആൾക്കാരുടെ വീട്ടിലുള്ള ദുരിതങ്ങൾ ഭയങ്കരമാണ്. അവരിതൊക്കെ ഓരോരുത്തർ പറഞ്ഞു കേട്ട് അവരാകെ പേടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആരുമില്ലാത്ത കുടുംബമാണ്. അവരെയും കുഴപ്പത്തിലാക്കരുത്, എന്നെയും കുഴപ്പത്തിലാക്കരുത്. ഞാൻ ഇത് വിറ്റാണ് ജീവിക്കണം. എന്നെയും കുഴപ്പത്തിലാക്കരുത്. ഇതോടെ എന്നൊന്ന് അവസാനിപ്പിച്ച് ഇതിന്ന് ഒഴിവാക്കി തന്നെ. നിങ്ങളെ പുതിയൊരു ആൾക്കാർ ആരെങ്കിലും കണ്ടുപിടിച്ച് എന്നെ ഒഴിവാക്കി തന്നെ പ്ലീസ്. അവര് ഒരു സാധാരണ സ്ത്രീയാണ്. അവർ നെട്ടൂര് തന്നെയുണ്ട്. അവർ മോളുടെ വീട്ടിലൊന്നുമില്ല. അവരിവിടെ തന്നെയുണ്ട്. അവര് അടിച്ചിട്ടില്ല എന്നാണ് ഇപ്പൊ തീർത്ത് പറയുന്നത് അവര്. പക്ഷെ അവർക്കായിരിക്കാം അന്ന് അവർ പേടിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ കൂടുന്ന ഈ കാഴ്ചപ്പാടൊക്കെ അവർ കണ്ട അവർക്ക് നാട്ടിൽ നിന്ന് തന്നെ മക്കളെ. അവര് വരുന്നില്ല. അവര് നാളെ മറ്റന്നാളെ ബാങ്കിൽ പ്രസന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അവര് ആണെന്നുള്ള കാര്യം. അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ഞാൻ വിറ്റ ടിക്കറ്റാണ് അവരെടുത്തത്. ഞാൻ കണ്ടിട്ടുമില്ല എന്റെ കടയിൽ നിന്ന്. പക്ഷെ എന്നോട് അവരുടെ ഇവരുടെ ഒരു ടിക്കറ്റ് കാണിച്ചിട്ടുണ്ട്. കൊണ്ടേ കാണിച്ച അപ്പൊ പുള്ളിയാണ് ഇത് പറഞ്ഞത് അടിച്ചിട്ടുണ്ടെന്നുള്ളത്. കോടിപതിയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. കാരണം ഈ ഓണം ബമ്പർ നേടിയ ആൾ 12 മണിയോടുകൂടി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തും. അങ്ങനെയൊരു വിശദീകരണം നേരത്തെ ഏജന്റ് നൽകിയിരുന്നു. പക്ഷേ അതുണ്ടാകുന്നില്ല. കാരണം അതിൽ പിന്നീട് അവരുമായി ബന്ധപ്പെട്ടപ്പോൾ ഇപ്പോൾ കരുതുന്നത് നെട്ടൂർ സ്വദേശിയായ ഒരു സ്ത്രീക്കാണ് ഈ ലോട്ടറി അടിച്ചിരിക്കുന്നതെന്നാണ് കരുതുന്നത്. അവരുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് തനിക്ക് ലോട്ടറി അടിച്ചതായിട്ട് അവർ അത് അവകാശപ്പെടുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെയും അത് തങ്ങൾ ബാങ്കിനെ അറിയിച്ചോളാമെന്നെല്ലാമാണ് പറയുന്നത്. ഏതായാലും ഇവിടുത്തെ ഒരു തിരക്ക് കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോഴും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടില്ല. ഈ പരിസരത്തും എല്ലാം തന്നെ ആ തിരക്ക് തുടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു ഏത് സമയവും നെട്ടൂർ സ്വദേശിയായ ഒരാൾക്ക് ലോട്ടറി അടിച്ചു. ഏത് സമയവും അത് കടയിലേക്ക് അയാൾ വന്നേക്കാം എന്നതെല്ലാം തന്നെ ഏജന്റിനെ അറിയിക്കുകയും എല്ലാം തന്നെ ചെയ്തു. ഇന്ന് രാവിലേക്ക് എത്തുമ്പോൾ അത് ഉച്ചയോടുകൂടി അവർ തങ്ങൾക്ക് മുന്നിലേക്ക് വന്നേക്കും എന്നതെല്ലാം തന്നെ പറഞ്ഞു. പക്ഷെ അതുണ്ടായില്ല. പിന്നീട് വന്നൊരു വിശദീകരണമാണ് ഈ ലോട്ടറി നേടിയെന്ന് പറയുന്നയാൾ അവർ ഒരു സ്ത്രീയാണെന്ന് ഒരു
കൺഫർമേഷൻ വരുന്നുണ്ട്. ഒപ്പം തന്നെ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ, അദ്ദേഹത്തിന്റെ സുഹൃത്ത് അവരുമായി സംസാരിച്ചപ്പോൾ വിശദീകരിക്കുന്നത് താൻ ഇവിടേക്ക് വരാൻ ഉദ്ദേശിക്കുന്നില്ല, പ്രത്യേകിച്ച് ലോട്ടറി അടിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി അവർ ഇപ്പോൾ ഈ ഘട്ടത്തിൽ നിഷേധിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ തങ്ങൾ അത് ബാങ്കിലേക്ക് അത് നൽകിക്കൊള്ളാമെന്ന് പറയുന്നു. എന്നാൽ ഏജന്റിന് ഏതാണ്ട് ഉറപ്പാണ് ഇവർക്ക് തന്നെയാണ് ലോട്ടറി അടിച്ചിട്ടുള്ളത് എന്നത് കാര്യം അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട്. സംശയമുണ്ടായിരുന്നു എങ്കിലും ഒരു സ്വകാര്യതയെക്കുറിച്ച് ഇനി അവരുടെ കാര്യങ്ങൾ കൂടി അത് പറയുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും തൽക്കാലം കേരള ഓണം ബമ്പർ 25 കോടി നേടിയ ആൾ ഭാഗ്യവാനോ ഭാഗ്യവതിയോ തൽക്കാലം മാധ്യമങ്ങൾക്ക് മുന്നിലേക്കില്ല, പൊതുസമൂഹത്തിന് മുന്നിലേക്കില്ല. തൽക്കാലം അവരുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് തന്നെ അവർ അതിന്റെ ഒരു തുടർ നടപടികൾ എന്ന രീതിയിൽ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ക്യാമറമാൻ മനോജിനൊപ്പം ജാനിപ്പോൾ, ന്യൂസ് 18 കൊച്ചി. കാസർഗോഡ് കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവതരിപ്പിച്ച മൈം ഷോ തടസ്സപ്പെടുത്തിയതിൽ അധ്യാപകരെ സംരക്ഷിച്ച് DDEയുടെ റിപ്പോർട്ട്. വിദ്യാർത്ഥികൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ടായതാണ് കലോത്സവം നിർത്തിവെക്കാൻ കാരണമെന്നാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് സമർപ്പിച്ച പ്രാഥമിക റിപ്പോർട്ടിൽ ഉള്ളത്. അതേസമയം വിദ്യാർത്ഥികൾക്ക് ഇതേ വേദിയിൽ മൈം അവതരിപ്പിക്കാൻ അവസരം നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ന്യൂസ് 18ലൂടെ ഉറപ്പു നൽകി. വെള്ളിയാഴ്ച നടന്ന കലോത്സവത്തിലാണ് പലസ്തീനിലെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന ദുരിതം പ്രമേയമാക്കിയുള്ള മൈം ഷോ തടഞ്ഞത്. മൈം അവതരണം പാതി പിന്നിടും മുമ്പ് അധ്യാപകൻ കർട്ടനിടുകയായിരുന്നു. സംഭവം വിവാദമായതോടെ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് DDE സമർപ്പിച്ച റിപ്പോർട്ട് അധ്യാപകരെ സംരക്ഷിച്ചുള്ളതാണ്. കലോത്സവത്തിനിടെ വിദ്യാർത്ഥികൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ടായെന്നും അതാണ് കലോത്സവം നിർത്തിവെക്കാൻ കാരണമെന്നുമാണ് പരാമർശം. അതേസമയം അധ്യാപകർ ഇടപെട്ട് തടസ്സപ്പെടുത്തിയ മൈം അതേ കലോത്സവ വേദിയിൽ തന്നെ അവതരിപ്പിക്കാൻ അവസരമൊരുക്കുമെന്ന് മന്ത്രി ശിവൻകുട്ടി ന്യൂസ് 18ലൂടെ ഉറപ്പ് നൽകി. ആ കുട്ടികൾക്ക് അവിടെ കളിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. കർശനമായ നടപടി തന്നെ എന്തായാലും കർശനമായ നടപടി തന്നെ ഉണ്ടാകും. കാരണം ഓരോ സ്കൂളിന്റെയും അവിടുത്തെ നടത്തിപ്പുകാർക്ക് ഇഷ്ടമുള്ള കലാപരിപാടികളെ അവിടെ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവർ നിർത്തിവെക്കുമെന്ന് പറഞ്ഞാൽ അവർക്ക് നിർത്തിവെക്കാൻ എന്താ അവകാശം? ആരാ കൊടുത്ത അധികാരം? ഇത് നിർത്തിവെക്കുന്നതിന് വേണ്ടി ഉത്തരവ് കൊടുത്ത ഉദ്യോഗസ്ഥന്മാർ മറുപടി പറയേണ്ടി വരും. പലസ്തീനാണ് പ്രമേയമെന്ന് അധ്യാപകർക്ക് അറിയാമായിരുന്നുവെന്നും പരിപാടി തുടങ്ങി 2.5 മിനിറ്റ് ആയപ്പോഴേക്കും കർട്ടനിടുകയായിരുന്നുവെന്നും മൈം അവതരിപ്പിച്ച വിദ്യാർത്ഥി ഇർഷാദ് ന്യൂസ് 18നോട് പറഞ്ഞു. നാളെ ഇതേ വേദിയിൽ മത്സരം നടത്താൻ അവസരമൊരുക്കിയതിൽ അതിയായ സന്തോഷമുണ്ടെന്നും ഇർഷാദ് ന്യൂസ് 18നോട്. അത് നമ്മളെല്ലാരും കൂടി പ്രതിഷേധിച്ച് പറഞ്ഞതാണ്, നമുക്ക് അതിനൊരു അവസരം കൂടി തരണം. ഇന്നലെ അവര് തന്ന അവസരമല്ല, നമുക്ക് പ്രിപ്പയർഡ് ആയിട്ട് ചെയ്യാൻ ഒരു അവസരം കൂടെ തരണം എന്ന് ആവശ്യപ്പെട്ടു. അതെ അതെ, അവര് അതിന് സമ്മതിച്ചു. അങ്ങനെ നല്ല രീതിയിൽ ഇതായി. മൈം തടസ്സപ്പെട്ടതിനെ തുടർന്നുള്ള പ്രതിഷേധത്തിൽ കലോത്സവത്തിന്റെ ആദ്യ ദിവസം ബഹളത്തിലും ലാത്തിച്ചാർജിലും കലാശിച്ചിരുന്നു. തിരുവനന്തപുരം ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് 18 കാസർഗോഡ്. കാസർഗോഡ് കുമ്പള സ്കൂളിൽ മൈം തടഞ്ഞ അധ്യാപകനെ ക്രൂശിക്കാമെന്ന് വി ശിവൻകുട്ടി വിചാരിക്കേണ്ടെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ. ഇന്ത്യയുടെ വിദേശ നയം രാജ്യ താൽപര്യം അനുസരിച്ചാണെന്നും അതിനെ ചോദ്യം ചെയ്യാൻ ഒരു വിദ്യാഭ്യാസ മന്ത്രിക്കും അധികാരമില്ലെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ഭീകരവാദ സംഘടനയെക്കുറിച്ചോ ഭീകരവാദ സംഘടനയ്ക്ക് എതിരായി നിൽക്കുന്നവരെ കുറിച്ചോ ഒരു പ്രമേയം അവതരിപ്പിക്കേണ്ട സാഹചര്യം ആ സ്കൂളിനകത്ത് കുട്ടികൾക്കില്ല എന്ന് തന്റെ ഇടം കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് ഒരു അധ്യാപകൻ മനസ്സിൽ തീരുമാനമെടുത്തു. ആ തീരുമാനമെടുത്തതിന്റെ പേരിൽ ആ പ്രമേയം നമ്മുടെ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് അല്ലെങ്കിൽ സ്കൂളിൽ അവതരിപ്പിക്കേണ്ടതില്ല എന്ന് ആ അധ്യാപകൻ തീരുമാനമെടുത്തത് ഇവിടുത്തെ കുട്ടികളെ ഒന്നായി കാണാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുകയാണ്, ഈ വിഷയത്തിൽ അന്വേഷണം ഉണ്ടാകും, ഞാൻ നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട് എന്ന് പറയുക. അപ്പോ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് പറയാനുള്ളത്, നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ലോകരാജ്യങ്ങളിൽ നടക്കുന്ന വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും രാജ്യത്തിന്റെ ഭരണകൂടവും രാജ്യഭരണത്തിന് നേതൃത്വം നടത്തി മുന്നോട്ട് പോകുന്ന സമയത്ത് അവർ എടുക്കുന്ന സ്റ്റാൻഡ് എന്ന് പറയുന്നത്, അവർ എടുക്കുന്ന വിദേശ നയം എന്ന് പറയുന്നത്, അത് മാർക്സിസ്റ്റുകാരനോ BJP-കാരനോ കോൺഗ്രസുകാരനോ ഗുണമുണ്ടാകാൻ വേണ്ടിയിട്ടല്ല. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും വകുപ്പ് മന്ത്രിമാരും വിദേശ നയം രൂപീകരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യത്തിനനുസൃതമായിട്ടാണ്.
അത് ചോദ്യം ചെയ്യാൻ ഒരു എഡ്യൂക്കേഷൻ മിനിസ്റ്റർക്കും ഈ ഇന്ത്യ മഹാരാജ്യത്ത് അവകാശമില്ല എന്നുള്ള വസ്തുത ആദ്യമേ ശിവൻകുട്ടിയെ ബോധ്യപ്പെടുത്താൻ, അല്ലെങ്കിൽ ശിവൻകുട്ടി സാറിനെ അറിയിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ, ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രവർത്തക എന്നുള്ള രീതിയിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഗാസ സമാധാന കരാറിൽ ഈജിപ്തിലെ കെയ്റോയിൽ ചർച്ചകൾ ആരംഭിച്ചു. ഈജിപ്ഷ്യൻ മധ്യസ്ഥർക്കൊപ്പം അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഹമാസിന്റെയും പ്രതിനിധികളാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. കരാറിന്റെ ആദ്യഘട്ടമായ ബന്ദിമോചനം ഏത് തരത്തിൽ നടത്തണമെന്നുള്ള കാര്യത്തിലാണ് പ്രധാന ചർച്ച. കരാർ പൂർണ്ണമായി അംഗീകരിക്കാൻ ഹമാസിന് ഡൊണാൾഡ് ട്രംപ് നൽകിയ സമയം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് കെയ്റോയിൽ ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നത്. ബന്ദികളുടെ മോചനം സാധ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾക്കാണ് കെയ്റോയിൽ ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നത്. സ്റ്റീവ് വിറ്റ്കോഫ്, ജരേദ് കുഷ്ണർ എന്നിവരാണ് ചർച്ചയിൽ അമേരിക്കയെ പ്രതിനിധീകരിക്കുന്നത്. ഈജിപ്ഷ്യൻ മധ്യസ്ഥരും ഹമാസ്, ഇസ്രായേൽ പ്രതിനിധികളും ഇന്നും നാളെയുമായി ബന്ദികളെ മോചിപ്പിക്കുന്ന നടപടിക്രമങ്ങൾ ആലോചിക്കും. ചർച്ചകൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ബന്ദിമോചനം ദിവസങ്ങൾക്കുള്ളിൽ നടന്നേക്കുമെന്ന് ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു. കരാർ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഹമാസിന്റെ നിരായുധീകരണം ഉറപ്പാക്കുമെന്നും നെതന്യാഹു പറഞ്ഞു. ഇന്ത്യൻ സമയം നാളെ വെളുപ്പിന് 3:30 മുമ്പ് കരാർ പൂർണ്ണമായി അംഗീകരിച്ചില്ലെങ്കിൽ ഒരു ദയയും ഇനി ഉണ്ടാകില്ലെന്നാണ് ട്രംപ് ഹമാസിന് നൽകിയിരിക്കുന്ന അന്ത്യശാസനം. കരാർ പ്രകാരം ആദ്യഘട്ടം ബന്ദിമോചനവും രണ്ടാം ഘട്ടം ഹമാസിന്റെ നിരായുധീകരണവുമാണ്. ഈ 2 ഘട്ടങ്ങളും കഴിഞ്ഞാൽ ട്രംപും നെതന്യാഹുവും ഗാസയെ വീണ്ടും ആക്രമിക്കുമോ എന്നതാണ് ഹമാസിന്റെ ആശങ്ക. അതേസമയം കരാറിന്റെ ഓരോ ഘട്ടത്തിലും പതിയെ ഗാസയിൽ നിന്ന് IDF പിന്മാറുമെന്ന് ഇസ്രായേൽ സമ്മതിച്ചതായി ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിട്ടുണ്ട്. ഹമാസ് കരാർ അംഗീകരിച്ചാൽ അടുത്ത നിമിഷം മുതൽ വെടിനിർത്തൽ നിലവിൽ വരുമെന്നും ട്രംപ് പറഞ്ഞു. എന്നാൽ സമാധാന കരാർ നടപ്പായാലും ഗാസയിൽ നിന്ന് സൈനികരെ പൂർണ്ണമായി നീക്കാൻ ഇസ്രായേൽ സമ്മതിക്കില്ലെന്നാണ് വിവരം. ഇതിനിടെ ഇസ്രായേലിലെ ആക്രമണങ്ങൾ നിർത്തണമെന്ന് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിട്ടും നെതന്യാഹു മുഖവിലക്കെടുക്കുന്നില്ല. ഇന്നലെ ഹ്യൂമാനിറ്റേറിയൻ മേഖലയിലടക്കം നടന്ന ആക്രമണത്തിൽ 70 പേരാണ് കൊല്ലപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. 18 കുട്ടികളുടെ മരണത്തിനിടയാക്കിയ കോൾഡ്രിഫ് കപ്പ് സിറപ്പ് നിർദ്ദേശിച്ച ഡോക്ടറെ അറസ്റ്റ് ചെയ്തു. നിയമവിരുദ്ധമായി മരുന്ന് നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് നടപടി. സിറപ്പിന്റെ നിർമ്മാതാക്കളായ തമിഴ്നാട്ടിലെ ശ്രേഷൻ ഫാർമസ്യൂട്ടിക്കലിനെതിരെയും കേസെടുത്തു. ഇതിനിടെ കഫ് സിറപ്പിന്റെ വിൽപ്പന കേരള, മധ്യപ്രദേശ് സർക്കാരുകൾ നിരോധിച്ചു. തെലങ്കാന സർക്കാരും സിറപ്പ് ഉപയോഗിക്കുന്നത് അടിയന്തരമായി നിർത്തണമെന്ന് നിർദ്ദേശിച്ചു. നിലവിലെ സാഹചര്യം ചർച്ച ചെയ്യാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വൈകിട്ട് സംസ്ഥാനങ്ങളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. മധ്യപ്രദേശ്, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലായി ആകെ 18 കുട്ടികളാണ് കോൾഡ്രിഫ് കഫ് സിറപ്പ് കുടിച്ച് മരിച്ചത്. മരുന്ന് കുടിച്ചവരുടെ കിഡ്നിയുടെ പ്രവർത്തനം തകരാറിലാകുന്നതാണ് മരണകാരണം. ഇനിയും നിരവധി പേരാണ് ഇരു സംസ്ഥാനങ്ങളിലുമായി ചികിത്സയിൽ കഴിയുന്നത്. നിയമവിരുദ്ധമായി മരുന്ന് നിർദ്ദേശിച്ച മധ്യപ്രദേശിലെ പീഡിയാട്രീഷ്യൻ ഡോക്ടർ പ്രവീൺ സോണിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചിന്ദ്വാഡ പരാസിയയിൽ ഒരു ക്ലിനിക്ക് നടത്തി വരികയായിരുന്നു ഇയാൾ. മുഖ്യമന്ത്രി മോഹൻ യാദവ് മരിച്ച കുട്ടികളുടെ കുടുംബങ്ങൾക്ക് 4 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. ഇതിനിടെ കോൾഡ്രിഫ് കഫ് സിറപ്പിന്റെ വിൽപ്പന കേരള, മധ്യപ്രദേശ് സർക്കാരുകൾ നിരോധിച്ചു. രാജസ്ഥാനും ഈ മരുന്ന് നിരോധിച്ച് ഉത്തരവിറക്കിയിരുന്നു. തെലങ്കാന സർക്കാർ സിറപ്പ് ഉപയോഗിക്കുന്നത് അടിയന്തരമായി നിർത്തണമെന്ന് നിർദ്ദേശിച്ചു. ഗുജറാത്ത് സർക്കാർ മരുന്നിന്റെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് അറിയിച്ചു. കേരളത്തിൽ ഈ മരുന്ന് എത്തിച്ചിരുന്നുവെങ്കിലും ഒന്നും വിറ്റുപോയിട്ടില്ല എന്നാണ് വിവരം. സിറപ്പിന്റെ നിർമ്മാതാക്കളായ തമിഴ്നാട്ടിലെ ശ്രേഷൻ ഫാർമസ്യൂട്ടിക്കൽസിനെതിരെ മധ്യപ്രദേശ് സർക്കാർ കേസെടുത്തിട്ടുണ്ട്. ഇവരുടെ ഓഫീസിൽ തമിഴ്നാട് സർക്കാർ റെയ്ഡ് സംഘടിപ്പിച്ചു. കോൾഡ്രിഫ് കഫ് സിറപ്പിൽ ശരീരത്തിന് ഹാനികരമായ പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് ചെന്നൈയിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. മരുന്നിൽ 48.6% ഡൈത്തിലീൻ ഗ്ലൈക്കോൾ ഉണ്ടെന്നാണ് വിവരം. മധ്യപ്രദേശ് കേസ് കൂടുതൽ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ഇവർ ഉടൻ തമിഴ്നാട്ടിലേക്ക് തിരിക്കും. 6 സംസ്ഥാനങ്ങളിലായി മരുന്ന് നിർമ്മാണം നടത്തുന്ന 19 ഇടങ്ങളിൽ ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി വരികയാണ്. ചുമ മരുന്നുകൾ കർശനമായി നിയന്ത്രിക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നേരത്തെ മാർഗനിർദ്ദേശം നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സംസ്ഥാനത്ത് ആത്മഹത്യാ നിരക്ക് വർദ്ധിക്കുന്നതായി കണക്കുകൾ. 1 ലക്ഷത്തിൽ 2 പേർ ജീവൻ ഒടുക്കുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. കുട്ടികളടക്കം ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതി ആശങ്കാജനകമെന്ന് മാനസികാരോഗ്യ വിദഗ്ധർ പറയുന്നു. ആത്മഹത്യാ പ്രതിരോധത്തിനായി സംസ്ഥാന സർക്കാർ കർമ്മ പദ്ധതി ആസൂത്രണം ചെയ്യണമെന്ന ആവശ്യവും ശക്തമാണ്. സംസ്ഥാനത്ത് ഓരോ വർഷവും ആത്മഹത്യാ നിരക്ക് ഉയരുകയാണ്. 2000-ൽ 24% 2 വർഷം പിന്നിടുമ്പോൾ
28.5 ആത്മഹത്യാ നിരക്ക് ഇപ്പോൾ 1,00,000 ജനസംഖ്യയിൽ 30.6 എന്ന തോതിലേക്ക് ഉയർന്നിട്ടുണ്ട്. പോയ 3 വർഷമായി ഇത് ഉയർന്നു തന്നെയിരിക്കുകയാണ്. കുട്ടികളുടെ ഇടയിൽ പോലും ആത്മഹത്യാ പ്രവണത വർദ്ധിക്കുന്നു. ഇതിന് പിന്നിൽ സാമൂഹികവും ആരോഗ്യപരവുമായ നിരവധി കാരണങ്ങളുണ്ടെന്ന് മാനസികാരോഗ്യ വിദഗ്ധൻ ഡോക്ടർ CJ ജോൺ പറയുന്നു. ഓരോ ആത്മഹത്യയും പല ഘടകങ്ങൾ ഒത്തുചേരുമ്പോഴാണ് ഉണ്ടാവുക. വ്യക്തിത്വത്തിൻ്റെ ഘടകം ഉണ്ടാവാം, ജനിതകമായിട്ടുള്ള രോഗാവസ്ഥകളുടെ ഘടകം ഉണ്ടാവാം, സാമൂഹിക സ്ഥിതികളിലുണ്ടായ മാറ്റത്തിൻ്റെ ഘടകങ്ങളുണ്ടാവാം. ഇതെല്ലാം ഒത്തുചേരുമ്പോഴാണ് ഒരു ആത്മഹത്യ ഉണ്ടാകുന്നത്. പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്നത് കടക്കണിയിൽ മരിച്ചു, കുട്ടിക്ക് പരീക്ഷയിൽ തോറ്റതുകൊണ്ട് ആത്മഹത്യ ചെയ്തു, മൊബൈൽ ഫോൺ വാങ്ങി കൊടുക്കാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്തു, ഈ രീതിയിലുള്ള കാരണങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ഇത് പലതും പോലീസ് FIRൽ അവർ രേഖപ്പെടുത്തുന്ന ഒരു കാരണം മാത്രമാണ്. ഇന്ത്യയിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്ക് ഉള്ളത് കൊല്ലത്താണെന്ന് കണക്കുകൾ പറയുന്നു. സാമ്പത്തിക പ്രശ്നങ്ങളും മയക്കുമരുന്നുകൾ സൃഷ്ടിക്കുന്ന അരാജകത്വവും ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടുന്ന കാരണങ്ങളാണ്. ആത്മഹത്യാ പ്രതിരോധത്തിനായി സംസ്ഥാന സർക്കാർ കർമ്മ പദ്ധതി ആവിഷ്കരിക്കണമെന്നും മാനസികാരോഗ്യ വിദഗ്ധർ ആവശ്യപ്പെടുന്നു. കുട്ടികളെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അതിനെ നേരിടാൻ പ്രാപ്തരാക്കുന്ന വിധത്തിലുള്ള ജീവിത വൈഭവങ്ങൾ നൽകാം. അവരോട് വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ആരോടെങ്കിലുമൊക്കെ തുറന്നു പറയണം, അതിന് പരിഹാരം തേടണം. അല്ലാതെ ലഹരിയുടെ വഴിയിലോ സ്വയം മരിക്കാനുള്ള വഴിയിലോ പോകരുത് എന്നുള്ള ഒരു വിചാരം അവരുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കണം. ആ തരത്തിൽ സ്കൂളിൽ നിന്ന് തുടങ്ങേണ്ടതുണ്ട്. ആരോഗ്യമേഖലയിൽ ശക്തമായ ഇടപെടലുകൾ നടത്താൻ സംസ്ഥാനത്തിന് കഴിയുന്നുണ്ട് എന്ന അവകാശവാദങ്ങൾ ഉയരുമ്പോഴും ആത്മഹത്യാ നിരക്ക് വർദ്ധിക്കുന്നത് ശ്രദ്ധിക്കപ്പെടാതെ പോവുകയാണ്. ശിശുമരണ നിരക്ക് പിടിച്ചു നിർത്താൻ കഴിയുമ്പോഴും മാനസികാരോഗ്യ രംഗത്തെ പുതിയ കാലത്തിൻ്റെ വെല്ലുവിളികൾ നേരിടാൻ കഴിയുന്നുമില്ല. ന്യൂസ് 18 കൊച്ചി. സ്ത്രീവിരുദ്ധ പരാമർശവുമായി MES പ്രസിഡന്റ് ഫസൽ ഗഫൂർ. പണ്ട് മാറ് മറയ്ക്കാനായിരുന്നു സമരമെങ്കിൽ ഇപ്പോൾ മാറ് കാണിക്കാനാണ് സമരം. അമിതമായ പാശ്ചാത്യവൽക്കരണം വേണ്ടെന്നും പൂർവികർ നടന്നതുപോലെ നടന്നാൽ മതിയെന്നുമായിരുന്നു ഫസൽ ഗഫൂറിന്റെ പരാമർശം. നമുക്ക് നമ്മുടെ ഭാരതീയ സംസ്കാരം ഉണ്ടല്ലോ, ആ ഭാരതീയ സംസ്കാരത്തിൽ തന്നെയാണ് ഉപസംസ്കാരമായിട്ടുള്ള ഇവിടെ ഇരിക്കുന്ന ഹൈന്ദവ സംസ്കാരവും കേരളത്തിലെ മുസ്ലിമുകളുടെ സംസ്കാരവും സെൻറ്റ് തോമസിൻ്റെ സംസ്കാരമൊക്കെ അതിലെല്ലാം ഉൾക്കൊണ്ട് നിൽക്കുന്നതാണ്, മനസ്സിലല്ലേ? അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ ഓരോന്നിൻ്റെ ശല്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ഒന്നിൻ്റെ മാത്രം തുടക്കട്ടത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ശല്യം മുഖം കാണാനില്ല. വേറൊരു ശല്യമുണ്ട്. ഇവിടെ സമരം നടത്തിയിരുന്ന കുറേ ആൾക്കാർ എന്തിനു വേണ്ടി, ഇവർ ചരിത്രം അറിയുന്നവർക്കൊക്കെ സമരം അറിയാം. എന്തിനാണെന്നറിയോ? മുല മറക്കാനായിട്ടുള്ള സമരം. നിങ്ങൾ മറന്നുപോയിട്ടുണ്ട്? ഉണ്ട്. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ സമരമാണ്. പക്ഷേ ഇപ്പോൾ ഒരു സമരം നടക്കുന്നുണ്ട്. എന്താണെന്നറിയോ? ഒന്ന് പറയൂ, എന്താണ് സമരം? മുല കാണിക്കാനുള്ള സമരം. അത് തന്നെ. മൂപ്പരിക്ക് അതിനൊക്കെ പറ്റിയിട്ടൊക്കെ നല്ലോണം അറിയാം. അതിൻ്റെ അർത്ഥം അമിതമായിട്ടുള്ള പാശ്ചാത്യവൽക്കരണം വേണ്ട. അപ്പോൾ ആ പാശ്ചാത്യവൽക്കരണം എന്താണ്? ആ പാശ്ചാത്യവൽക്കരണം നിങ്ങളുടെ കുപ്പായത്തിൽ കാണാനുണ്ട്. ഒരു കൂട്ടർ മുഖം മറക്കുമ്പോൾ മറ്റു കൂട്ടർ വേറെ ചിലതൊക്കെ തുറന്നു കാണിക്കാൻ ആഗ്രഹിക്കണം. അതൊന്നും വേണ്ട. ഉള്ള മാതിരിയൊക്കെ നടന്നാൽ മതി. നിങ്ങളുടെ പൂർവികരൊക്കെ നടക്കണ മാതിരി തന്നെ നടന്നാൽ മതി. അതിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ആക്കാം, മനസ്സിലായി? അതിൽ കുഴപ്പമൊന്നുമില്ല. ലേശമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിയാൽ അത്യാവശ്യം ചെറിയ കോഴിക്കാലൊക്കെ കാണിച്ച് നടക്കുന്നുണ്ട് കുറച്ച് ആൾക്കാർ. അതിനെനിക്ക് വലിയ വിരോധമൊന്നുമില്ല. അത് പിന്നെ മുജാഹിദുകൾ നടക്കണ മാതിരിയാണ്, അല്ലെങ്കിൽ നമ്മുടെ മതപണ്ഡിതന്മാർ നടക്കണ മാതിരിയാണെന്ന് കൂട്ടി വെച്ചാൽ മതി. ലേശം ട്രൗസറൊക്കെ പൊക്കി വെച്ച് നടക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് വർഗീയ പാർട്ടി എന്ന് പാലക്കാട്ടെ മുൻ CPM സ്ഥാനാർത്ഥി P. സരിൻ ജനിച്ച മതം ഏതാണെന്ന് നോക്കിയാണ് സ്വർഗത്തിലേക്കുള്ള വഴി വെട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് നാടിന് നരകം സമ്മാനിച്ച് ഏതോ സ്വർഗത്തിനു വേണ്ടി കാത്തിരിക്കുന്നവരാണ് ലീഗുകാരെന്നാണ് പരാമർശം. തിരുവേഗപ്പുറയിലെ ലീഗുകാർ മതഭ്രാന്തരാണെന്നും SDPI, ജമാഅത്തെ ഇസ്ലാമി എന്നിവരെ ചേർത്ത് പിടിച്ചാണ് ലീഗ് മുന്നോട്ട് പോകുന്നതെന്നും സരിൻ പറഞ്ഞു. ഇവിടെ കോൺഗ്രസിന്റേതായിട്ടുള്ള ലീഗിന്റേതായിട്ടുള്ള വാർഡുകളിലേക്ക് മാത്രം ഫണ്ട് അനുവദിക്കുന്നതിൽ അവർ കാണിക്കുന്ന ഒരു ശുഷ്കാന്തി, ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ വോട്ടിന് കിട്ടാൻ സാധ്യതയുള്ള വിധത്തിൽ ഈ നാടിന്റെ 21 വാർഡുകളായിട്ട് അതിനെ മാറ്റിയപ്പോ അവിടെ പോലും മതം കുത്തിക്കയറ്റിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ലീഗ്. ഇത് നമ്മൾ തിരിച്ചറിയണം. ലീഗിന് വോട്ട് കൊടുക്കുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യത്തിന് ജനങ്ങളുടെ മുന്നിൽ ഒരു ഉത്തരമുണ്ടാകണം.
ആരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി? ലീഗിന് കൊടുക്കുന്ന ഓരോ വോട്ടും ഇവിടെ RSSന് കൊടുക്കുന്ന വോട്ടിന് തുല്യമായി മാറുന്ന രാഷ്ട്രീയ സാഹചര്യമാണുള്ളത്. RSS വളരാൻ ഈ നമ്മുടെ പ്രദേശത്തൊന്നും ഒരു സ്ഥലത്തും 10-20 കൊല്ലം മുന്നേ RSSന്റെ ശാഖ നടക്കുമായിരിക്കും എവിടെയെങ്കിലും 1-2 സ്ഥലത്ത്. അതിനുമപ്പുറം BJP-കാരനാണെന്ന് പറയാൻ മടിയുള്ളവരാണ് ഉണ്ടായിരുന്നത്. ആ മടി മാറിക്കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ആവാമെങ്കിൽ ഞങ്ങൾക്കും ആവാമെന്ന് പറഞ്ഞ് മതത്തിന്റെ പേരിൽ രാഷ്ട്രീയത്തെ ചുരുക്കിക്കൊണ്ടുവന്ന് മുസ്ലിം ലീഗ് സമം മുസ്ലിം എന്നുള്ള വ്യാഖ്യാനത്തിലേക്ക് കൊണ്ടുവന്ന് എന്നാ ഹിന്ദു സമം BJP എന്നാക്കി മാറ്റിക്കളയാമെന്ന് പറഞ്ഞ് അവരും അവരുടെ വഴിക്ക് വളരാൻ ലീഗ് വളമിട്ട് കൊടുക്കുകയാണ്, വഴിവെട്ടി കൊടുക്കുകയാണ് എന്നുള്ളതാണ് തിരുവേഗപ്പുറയിൽ നമ്മൾ തിരിച്ചറിയേണ്ടത്. സംസ്ഥാന നേതൃത്വം ബഹിഷ്കരിച്ച വികസന സദസ്സിൽ മുസ്ലിം ലീഗ് നേതാവായ പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസുകാരിയായ വൈസ് പ്രസിഡന്റും പങ്കെടുത്തതിൽ UDF-ൽ അമർഷം. മലപ്പുറം ജില്ലയിലെ ആദ്യ വികസന സദസ്സിലാണ് തിരൂർ മംഗലം പഞ്ചായത്ത് പ്രസിഡന്റായ CP കുഞ്ഞുട്ടിയും വൈസ് പ്രസിഡന്റ് K പാത്തുക്കുട്ടിയും സ്ഥിരം സമിതി അധ്യക്ഷന്മാരും പങ്കെടുത്തത്. പാത്തുക്കുട്ടി ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് മംഗലം മണ്ഡലം കമ്മിറ്റി DCC-ക്ക് പരാതി നൽകി. പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് പ്രതികരിച്ചു. വികസന സദസ്സ് ബഹിഷ്കരിക്കുമെന്ന UDF-ന്റെ ആഹ്വാനം തള്ളി കഴിഞ്ഞ ദിവസമാണ് തിരൂർ മംഗലം പഞ്ചായത്ത് വികസന സദസ്സിൽ പങ്കാളിയായത്. സംഭവത്തെക്കുറിച്ച് ലീഗുകാരനായ പ്രസിഡന്റിന് പറയാനുള്ളത് ഇപ്രകാരമാണ്. നടന്നത് വികസന സദസ്സല്ല, മറിച്ച് പഞ്ചായത്തിന്റെ 25ാം വാർഷികാഘോഷമാണ്. ഞങ്ങൾ സർക്കാരിന്റെ വികസന സദസ്സ് ഒരു ചടങ്ങായിട്ട് മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. ഞങ്ങൾ 25 വർഷം പൂർത്തീകരിക്കുന്ന മുറയ്ക്കുള്ള സിൽവർ ജൂബിലി ആഘോഷമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. UDF-വുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ നേതാക്കന്മാർ കൃത്യമായിട്ടുള്ള വിശദീകരണം കൊടുത്തിട്ടുണ്ട്. നിങ്ങളിങ്ങനെ കുത്തി ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടി വേറെ രൂപത്തിലായിരിക്കും. ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് ജില്ലയിൽ നിന്ന് UDF-ൽ നിന്ന് ഉയരുന്നത്. പിന്നെ UDF-നകത്ത് തന്നെ മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാക്കന്മാരുണ്ട്, അതുകൂടാതെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാരുണ്ട്. അതേപോലെ തന്നെ മറ്റ് വിവിധ തരത്തിലുള്ള ഞങ്ങളുമായി സഹകരിച്ചുകൊണ്ട് നിൽക്കുന്ന മുതിർന്ന നേതാക്കന്മാരുമായി ഞങ്ങൾ കൂട്ടായി ആലോചിച്ചുകൊണ്ട് തീരുമാനങ്ങൾ കൈക്കൊള്ളും. UDF-ന്റെ മംഗലം ബ്ലോക്ക് കമ്മിറ്റി ഇതിൽ പങ്കെടുത്ത കോൺഗ്രസ് അംഗങ്ങൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് DCC പ്രസിഡന്റിന് കത്തയച്ചു. എന്നാൽ ഇതിൽ വിവാദമായതോടെ എല്ലാം ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നായിരുന്നു UDF കൺവീനറായ അടൂർ പ്രകാശിന്റെ പ്രതികരണം. നേരത്തെ തന്നെ UDF വികസന സദസ്സിൽ പങ്കെടുക്കണമെന്ന അഭിപ്രായമാണ് മുസ്ലിം ലീഗിനുള്ളത്. കാരണം ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇതല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന അഭിപ്രായമാണ് ലീഗിനുള്ളത്. പക്ഷേ ഈ സാഹചര്യങ്ങൾ മാറിയതോടെ ഇനി കോൺഗ്രസിന്റെ ആഹ്വാനം തള്ളി ലീഗ് ഇതിൽ പങ്കെടുക്കുന്നതോടെ എന്ത് നിലപാടാകും ജില്ലയിലെ UDF നേതൃത്വം എടുക്കുക എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. കോൺഗ്രസ് നേതൃത്വത്തിന് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ ലീഗ് ഈ സാഹചര്യങ്ങളെ മാറ്റുന്നു എന്ന വിമർശനവും ഉയരുന്നുണ്ട്. പക്ഷേ ലീഗിനെ ഒരു പ്രതിസന്ധിയിലാക്കാതെ അല്ലെങ്കിൽ ലീഗുമായിട്ടുള്ള ബന്ധത്തിൽ ഉലച്ചിൽ തട്ടാതെ ഈ പ്രശ്നത്തിന് എങ്ങനെ പരിഹാരം കാണും എന്ന ചോദ്യമാണ് കോൺഗ്രസിന് മുൻപിൽ ഉയരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ മുൻപെല്ലാം തന്നെ മുന്നണി ബന്ധമില്ലാതെ പലയിടത്തും മത്സരിച്ച് വിവാദമായ സാഹചര്യങ്ങൾ ഉണ്ടായൊരു സാഹചര്യം കൂടി മലപ്പുറം ജില്ലയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കാൻ തന്നെയാണ് UDF-ന്റെ നേതൃത്വം ശ്രമിക്കുന്നത്. അഖിലോട്ട് പറയൊപ്പം CV അനുമോദ്, ന്യൂസ് 18. വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം E സന്തോഷ് കുമാറിന്. തപോമയിയുടെ അച്ഛൻ എന്ന നോവലിനാണ് പുരസ്കാരം. 1 ലക്ഷം രൂപയും കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. വയലാർ രാമവർമ്മയുടെ ചർമ്മദിനമായ ഒക്ടോബർ 27-ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. കരൂർ ദുരന്തത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ മദ്രാസ് ഹൈക്കോടതി വിധിക്കെതിരെ TVK സുപ്രീം കോടതിയിലേക്ക്. ബുസുയ് ആനന്ദ്, നിർമ്മൽ കുമാർ എന്നിവരാണ് ഹർജി സമർപ്പിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് മുഴുവൻ വിഷയങ്ങളും ഹൈക്കോടതി കേട്ടില്ലെന്നാണ് ആരോപണം. ഇതിനിടെ വിജയുടെ വാഹനം തട്ടി ബൈക്ക് യാത്രികൻ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അജയ് സുധാ ബിജു കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, അങ്ങനെ TVK സുപ്രീം കോടതിയിലേക്ക് അല്ലേ? അതെ ആര്യ, ഈ ഹൈക്കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടിയാണ് TVKക്ക് ലഭിച്ചത്. തീർച്ചയായിട്ടും വിമർശനം ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും വളരെ കടുത്ത ഭാഷയിലുള്ള വിമർശനങ്ങളും അതുപോലെ തന്നെ TVK നേതാക്കൾക്കെതിരെ കേസുമായി മുന്നോട്ട് പോകണം എന്ന് ഹൈക്കോടതി പറയുകയും ചെയ്തിരുന്നു. ഇതുവരെ കേസെടുത്തിട്ടില്ലാത്ത വിജയ്ക്കെതിരെയും കേസെടുക്കണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചത്. അതുപോലെ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് ഈ വിജയുടെ കാരവാൻ ഉൾപ്പെടെ പിടിച്ചെടുക്കണമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ സർക്കാർ ഇപ്പോൾ അത്ര വേഗതയിൽ മുന്നോട്ട്
പോകാൻ തീരുമാനിച്ചിട്ടില്ല. നിലവിൽ അവർ മുൻപത്തെ നിലപാടിന് സമാനമായി തന്നെ പതിയെ രാഷ്ട്രീയ സാഹചര്യങ്ങളാണെങ്കിലും മറ്റുള്ള ഇപ്പോൾ ചുറ്റുപാടുകളാണെങ്കിലും നോക്കിയിട്ട് വളരെ ജാഗ്രതയോടെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇതുവരെ ഈ വിജയുടെ കാരവാൻ ഉൾപ്പെടെ ഏറ്റെടുത്തിട്ടില്ല. അതിനിടെയാണ് ഈ ഹൈക്കോടതി തങ്ങളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബുസി ആനന്ദും പിന്നെ അതുപോലെ തന്നെ ഈ ജോയിന്റ് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള നിർമ്മൽ കുമാറും ഇപ്പോൾ നിലവിൽ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഹൈക്കോടതി ഇരുവരുടെയും മുൻകൂർ ജാമ്യാപേക്ഷ റദ്ദാക്കിയ സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയെ ഇരുവരും സമീപിച്ചിരിക്കുന്നത്. ഹൈക്കോടതി ഇരുവരുടെയും ജാമ്യം റദ്ദാക്കിയിട്ട് ഈ ജാമ്യം നിലവിൽ നൽകാനാകില്ല എന്ന് പറയുകയായിരുന്നു. ഇരുവരും ഒളിവിൽ തന്നെ തുടരുകയാണ്. പോലീസ് ഇരുവർക്കും വേണ്ടിയിട്ട് തിരിച്ച് കേന്ദ്രീകരിച്ചൊക്കെ അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ തമിഴ്നാടിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്കും അവർ പോയിരിക്കാം എന്നുള്ള നിഗമനത്തിലാണ് പോലീസ്. ഇരുവരും ഇപ്പോൾ നിലവിൽ പിടിയിലായിട്ടില്ല. ഇരുവരുടെ അഭാവത്തിൽ പാർട്ടിയിലെ മുൻനിര പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പുതിയ അംഗങ്ങളെ നിയോഗിച്ചിരിക്കുകയാണ്. വിജയ് കരൂരിൽ സന്ദർശനം നടത്താൻ വേണ്ടിയിട്ടുള്ള ആലോചന ഉൾപ്പെടെ അതിൻ്റെ മറ്റ് കാര്യങ്ങൾ ഉൾപ്പെടെ നടത്താൻ വേണ്ടിയിട്ട് മറ്റ് പ്രവർത്തകരെയാണ് ഈ സ്ഥാനങ്ങളിലേക്ക് ഉൾപ്പെടെ നിയോഗിച്ചത്. അതുപോലെ തന്നെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് വിജയുടെ കാരവാൻ തട്ടി ഒരു ബൈക്ക് യാത്രികൻ അപകടത്തിൽപ്പെട്ടിരുന്നു. ഇതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രചരിച്ചിരുന്നതാണ്. എന്നാൽ ഇതിന് മറ്റ് തക്ക നടപടികളൊന്നും തന്നെ സർക്കാർ സ്വീകരിച്ചിരുന്നില്ല. ഈ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ച് വലിയ ആക്ഷേപം വിജയ്ക്കെതിരെയും ഉൾപ്പെടെ ഉണ്ടായിരുന്നു. എന്നാലിപ്പോൾ ഈ കാരവാൻ തട്ടിയതിനെതിരെ ഇപ്പോൾ നിലവിൽ കേസെടുത്തിരിക്കുകയാണ്. വിജയ് നാമക്കല്ലിലുള്ള പ്രകടനം കഴിഞ്ഞ് കരൂരിലേക്ക് വരുന്നതിനിടെയാണ് ഈ ഒരു ആക്സിഡന്റ് നടക്കുന്നത്. തവിട്ടുപാളയം ചെക്ക് പോസ്റ്റിന് സമീപത്ത് വെച്ചായിരുന്നു ഇത്തരത്തിൽ ഒരു ബൈക്ക് യാത്രികൻ ഇങ്ങനെ തട്ടി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിൻ്റെ പേരിൽ ഈ വിജയുടെ കാരവാൻ ഡ്രൈവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപകടകരമായിട്ട് വാഹനം ഓടിച്ചതിന് ഈ ബൈക്ക് യാത്രികനായിട്ടുള്ള ചന്ദ്രുവിനെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിജയെ കാണാൻ വേണ്ടിയിട്ട് ഈ കാരവാനെ ഓവർടേക്ക് ചെയ്ത് വളരെ വേഗതയിൽ വരികയായിരുന്നു. അതിനിടയിലാണ് ഈ അപകടം സംഭവിച്ചത്. വേലായുധം പാളയം പോലീസാണ് നിലവിൽ ഈ കേസ് എടുത്തിട്ടുള്ളത്. എന്തായാലും തമിഴ്നാട് സർക്കാർ ഈ ഹൈക്കോടതി ശക്തമായിട്ടുള്ള നടപടികൾ എടുക്കണമെന്ന് പറയുമ്പോഴും തമിഴ്നാട് സർക്കാർ ജാഗ്രതയോടെ ഇക്കാര്യത്തിൽ TVKക്ക് മറ്റൊരു പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ടാകാതിരിക്കാൻ വളരെ ജാഗ്രതയോടെയാണ് തമിഴ്നാട് സർക്കാർ നിലവിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആര്യ. അജയ് സുധാ ബിജുവാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ഇന്ത്യയിലേക്ക് ഒക്ടോബർ 8, 9 തീയതികളിലാണ് സന്ദർശനം. വിഷൻ 2035 അനുസൃതമായി ഇന്ത്യ UK പങ്കാളിത്തത്തിന്റെ പുരോഗതി പ്രധാനമന്ത്രി മോദിയും സ്റ്റാർമറും വിലയിരുത്തും. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, പ്രതിരോധം, സുരക്ഷ, കാലാവസ്ഥ, ഊർജം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനാണ് വിഷൻ 2035. പശ്ചിമബംഗാളിൽ മഴക്കെടുതി രൂക്ഷം. ഡാർജിലിംഗിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് 14 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. മരണസംഖ്യ ഉയരാൻ സാധ്യതയുള്ളതായാണ് വിവരം. പോലീസും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തിവരികയാണ്. പ്രദേശത്തേക്കുള്ള NH10 ഉൾപ്പെടെ വിവിധ റോഡുകൾ തകർന്നു. മെറിക്, കുർസിയോങ് എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ഇരുമ്പ് പാലവും തകർന്നു വീണു. ഡാർജിലിംഗ്, ജൽപൈഗുരി, കലിംപോങ്, കൂച്ച് ബെഹാർ എന്നിവിടങ്ങളിൽ കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചത്. സിക്കിമിലെ എല്ലാ ജില്ലകളിലും റെഡ് അലർട്ടാണ്. കനത്ത മഴയെ തുടർന്ന് ഭൂട്ടാനിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ ആരോഗ്യനില മോശമായതിന് പിന്നിൽ ഗൂഢാലോചന ആരോപിച്ച് RJD നേതാവ് തേജസ്വി യാദവ്. BJPയുടെ കരുക്കളായി പ്രവർത്തിക്കുന്ന JDU നേതാക്കൾ ഭക്ഷണത്തിലോ പ്രസാദത്തിലോ മറ്റെന്തെങ്കിലും കലർത്തി നൽകിയ ആരോഗ്യനില മനഃപൂർവ്വം മോശമാക്കി എന്നാണ് ആരോപണം. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഓൺലൈൻ യോഗത്തിൽ നിതീഷ് കുമാറിന്റെ ചേഷ്ടകൾ അടങ്ങുന്ന വീഡിയോയും എക്സ് പോസ്റ്റിൽ പങ്കുവച്ചിട്ടുണ്ട്. ബീഹാറിലെ ജനങ്ങൾക്ക് സത്യം അറിയാൻ താൽപര്യമുണ്ട്. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ ഇത്രയും ദയനീയമായ അവസ്ഥയിൽ കാണുന്നത് എങ്ങനെയെന്നും തേജസ്വി പോസ്റ്റിൽ ചോദിക്കുന്നു. ലഡാക്ക് വെടിവെപ്പിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് അറസ്റ്റിലായ കാലാവസ്ഥാ പ്രവർത്തകൻ സോനം വാങ്ചുക്. സംഭവത്തിൽ സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കും വരെ ജയിലിൽ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. രാജസ്ഥാൻ ജോധ്പൂരിലെ ജയിലിൽ കഴിയുന്ന സോനം വാങ്ചുക്കിനെ കാണാനെത്തിയ സഹോദരനോടും അഭിഭാഷകനോടുമാണ് അദ്ദേഹം തന്റെ ആവശ്യം അറിയിച്ചത്. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് അനുശോചനം രേഖപ്പെടുത്തിയ വാങ്ചുക് താൻ ആരോഗ്യവാനായി ഇരിക്കുന്നുവെന്നും പറഞ്ഞു. അതേസമയം
സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തതിനെതിരെ ഭാര്യ ഗീതാഞ്ജലി സമർപ്പിച്ച ഹർജി നാളെ സുപ്രീം കോടതി പരിഗണിക്കും. ജസ്റ്റിസുമാരായ അരവിന്ദ് കുമാറും NV അഞ്ജരിയെയും അടങ്ങുന്ന ബെഞ്ചാകും വാദം കേൾക്കുക. സോളാർ സമരം ഉൾപ്പെടെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ രാഷ്ട്രീയ വിവാദങ്ങൾ സിനിമയാകുന്നു. ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ചിത്രീകരണം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. ബാലചന്ദ്ര മേനോനാണ് ഉമ്മൻചാണ്ടിയുടെ വേഷത്തിൽ എത്തുക. നിവിൻ പോളി ഉൾപ്പെടെ പ്രധാന താരങ്ങളും ചിത്രത്തിൽ ഉണ്ടാകും. ബി ഉണ്ണികൃഷ്ണൻ സംവിധാനവും രചനയും നിർവഹിക്കുന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ ചിത്രീകരണം തിരുവനന്തപുരത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിവിൻ പോളിയെ നായകനാക്കി 2012-13 കേരള രാഷ്ട്രീയത്തിലെ പ്രധാന ഏടുകൾ കോർത്തിണക്കിക്കൊണ്ടാണ് ഈ സിനിമ ചിത്രീകരിക്കുന്നത്. അന്ന് നടന്ന സെക്രട്ടേറിയറ്റ് വളയലും തുടർന്നുണ്ടായ രാഷ്ട്രീയ പല സംഭവങ്ങളുമെല്ലാം ഇതിൽ പ്രമേയമായി വരുന്നുണ്ടെങ്കിലും ഇതൊരു പൊളിറ്റിക്കൽ ഡ്രാമയായിട്ടാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ബി ഉണ്ണികൃഷ്ണൻ നമ്മോട് പ്രതികരിച്ചത്. സിനിമ എന്ന് പറയുന്നത് ഫിക്ഷനാണ്. ഇപ്പോൾ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയത്തിലെ വ്യക്തിത്വങ്ങളുടെ പ്രതിനിധാനമൊന്നും ഈ സിനിമ ഉദ്ദേശിക്കുന്നില്ല. അത്തരത്തിലുള്ളൊരു ഇന്റൻഷനുമില്ല, അങ്ങനെയുമല്ല ഈ സിനിമ. പക്ഷെ പെട്ടെന്ന് നമുക്കിപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു രംഗത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മുമ്പ് കേരളത്തിൽ നടന്നിട്ടുള്ള വിഷ്വൽസ് എൻ്റെ മനസ്സിലുണ്ടല്ലോ. അപ്പോൾ അത് തീർച്ചയായിട്ടും അബോധമായും ബോധപൂർവ്വം ഒക്കെ നമുക്ക് കുറച്ച് സ്വാധീനം അതിനകത്ത് ഉണ്ടാവും. അത്രമാത്രം. 2013 സെക്രട്ടേറിയറ്റ് വളയലിന്റെ അതേ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സെക്രട്ടേറിയറ്റിന് ചുറ്റും ഏറ്റവും കൂടുതൽ ജൂനിയർ ആർട്ടിസ്റ്റുമാരെ ഒത്തുചേർത്തുകൊണ്ടുള്ള ഒരു ഷൂട്ടിംഗാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ബി ഉണ്ണികൃഷ്ണൻ തിരക്കഥയും സംവിധാനം നിർവഹിച്ച ചിത്രത്തിൽ ആൻ അഗസ്റ്റിൻ മറ്റ് പ്രമുഖ നടന്മാരും ഒത്തുചേരുന്നുണ്ട്. ക്യാമറമാൻ ബിപിൻ മുരളിയോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. കാന്താര ചാപ്റ്റർ 1 കാണാൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാഷ്ട്രപതി ഭവനിലാണ് ചിത്രത്തിന്റെ പ്രത്യേക പ്രദർശനം നടക്കുക. രാഷ്ട്രപതിക്കൊപ്പം നടൻ ഋഷഭ് ഷെട്ടി, നായിക രുക്മിണി വസന്ത്, നിർമ്മാതാവ് ചാലുവ ഗൌഡ എന്നിവരും പ്രദർശനത്തിന് എത്തും. 3 ദിവസം കൊണ്ട് 200 കോടി രൂപയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ നേടിയിരിക്കുന്നത്. നെടുമ്പാശ്ശേരിയിൽ കസ്റ്റംസിന്റെ വൻ ലഹരിവേട്ട. 6 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി ഫാഷൻ ഡിസൈനർ പിടിയിലായി. ബാങ്കോക്കിൽ നിന്നെത്തിയ കൊടുങ്ങല്ലൂർ സ്വദേശി അബ്ദുൾ ജലീൽ ജസ്മാലാണ് പിടിയിലായത്. ബാഗിൽ പ്രത്യേക അറകളിൽ ഒളിപ്പിച്ചാണ് കഞ്ചാവ് കടത്തിയത്. ബാങ്കോക്കിൽ നിന്ന് കഞ്ചാവ് സിംഗപ്പൂരിൽ എത്തിച്ച ശേഷമാണ് കേരളത്തിലേക്ക് കടത്തിയത്. ലഹരിക്കടത്തിന് കൂലി 1 ലക്ഷം രൂപയും ഫ്ലൈറ്റ് ടിക്കറ്റുമെന്നാണ് ഇയാൾ കസ്റ്റംസിനോട് പറഞ്ഞത്. നെടുമ്പാശ്ശേരി കേന്ദ്രീകരിച്ച ഹൈബ്രിഡ് കഞ്ചാവ് കടത്ത് വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ 1 വർഷത്തിനിടെ 100 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവാണ് കസ്റ്റംസ് പിടിച്ചെടുത്തത്. തിരുവനന്തപുരം കോവളത്ത് 200 ഗ്രാം MDMA-യുമായി 2 യുവാക്കൾ പിടിയിൽ. ശ്രീകാര്യ സ്വദേശികളാണ് പിടിയിലായത്. ഇവരുടെ വാഹനവും പോലീസ് പിടിച്ചെടുത്തു. പാലക്കാട് ഒറ്റപ്പാലം പാലപ്പുറത്ത് കാറിടിച്ച് വയോധികൻ മരിച്ചു. പാലപ്പുറം ആപ്പേപ്പുറം സ്വദേശി ശിവശങ്കരനാണ് മരിച്ചത്. ഇന്നലെ രാത്രി 9:30ഓടെയായിരുന്നു അപകടം. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ അതിവേഗമെത്തിയ കാറ് ശിവശങ്കരനെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. സാരമായ പരിക്കേറ്റ ഇയാളെ ഉടൻ തന്നെ ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. കൊല്ലം ചിതറയിൽ നിയന്ത്രണം വിട്ട കാർ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളിലേക്ക് ഇടിച്ചു കയറി. ഇന്നലെ രാത്രി 1 മണിയോടെയാണ് ചിതറ ഉണ്ണിമുക്കിൽ ഈ സംഭവം. മടത്തറ സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഏഷ്യാകപ്പിലെ ഹസ്തദാന വിവാദത്തിനിടെ ഇന്ന് വനിതാ ഏകദിന ലോകകപ്പിൽ ഇന്ത്യ-പാകിസ്ഥാൻ പോരാട്ടം. കൊളംബോ പ്രേമദാസ സ്റ്റേഡിയത്തിൽ ഉച്ചകഴിഞ്ഞ് 3 മണി മുതലാണ് മത്സരം. ആദ്യ മത്സരത്തിൽ ശ്രീലങ്കയെ 59 റൺസിന് തകർത്തതിന്റെ ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ കളത്തിൽ ഇറങ്ങുന്നത്. ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനോട് 7 വിക്കറ്റിന്റെ തോൽവി വഴങ്ങിയതിന്റെ ആഘാതത്തിലാണ് പാകിസ്ഥാൻ ടീം. ഇരു ടീമുകളും ഏകദിനത്തിൽ 11 മത്സരങ്ങളിൽ ഏറ്റുമുട്ടിയപ്പോൾ എല്ലായ്പ്പോഴും വിജയം ഇന്ത്യയ്ക്കൊപ്പമായിരുന്നു. 2022 ലോകകപ്പ് സമയത്തിൽ ഉണ്ടായിരുന്ന സൗഹൃദം കളത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും കാണിക്കാൻ ഇടയില്ല. ഇത്തവണ ഹസ്തദാനത്തിന് പോലും തയ്യാറല്ലാത്ത രീതിയിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം.
അർജന്റീനയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് എറണാകുളം ജില്ലാ ഫുട്ബോൾ അസോസിയേഷന് അതൃപ്തി. മത്സരം കൊച്ചിയിലായിട്ടും എറണാകുളം DFAയ്ക്ക് ഔദ്യോഗിക അറിയിപ്പുകളൊന്നും നൽകിയിട്ടില്ല. അർജന്റീന ടീം പ്രതിനിധിയെ പങ്കെടുപ്പിച്ച് കൊച്ചിയിൽ നടത്തിയ പരിപാടിയുടെ ആധികാരികത, നിയമസാധുത എന്നിവയിൽ DFAയ്ക്ക് ആശങ്കയുണ്ടെന്നും പ്രമേയത്തിൽ പറയുന്നു. PV ശ്രീനിജൻ MLA പ്രസിഡന്റായ എറണാകുളം ജില്ലാ ഫുട്ബോൾ അസോസിയേഷനാണ് പ്രമേയം പാസാക്കിയത്. അന്തരിച്ച മുതിർന്ന മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ TJS ജോർജിന്റെ സംസ്കാരം ഇന്ന് നടക്കും. വൈകിട്ട് 3 മണിക്ക് ബംഗളൂരുവിലെ ഹെബ്ബാൾ ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം. 1:30 മൃതദേഹം ശ്മശാനത്തിൽ എത്തിക്കും. തുടർന്ന് 2:30 വരെ പൊതുദർശനം ഉണ്ടാകും. വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു TJS ജോർജിന്റെ അന്ത്യം. ശാരീരിക പരിമിതികളിൽ തളരാതെ കമ്പ്യൂട്ടർ സ്ക്രീനിലും ജീവിതത്തിലും സ്വപ്നങ്ങൾ നെയ്തെടുക്കുകയാണ് പത്തനംതിട്ട തിരുവല്ല സ്വദേശി അക്ഷയ്. ഭിന്നശേഷിക്കാരുടെ അവകാശപ്പെട്ട തൊഴിൽ നേടിയെടുക്കാനുള്ള പോരാട്ടങ്ങളിലും മുൻപന്തിയിലുണ്ട് ഈ യുവാവ്. ജന്മനാ ഉള്ള ഹൃദയരോഗത്തെയും കാഴ്ചാപരിമിതിയെയും മനസാന്നിധ്യം കൊണ്ടാണ് അക്ഷയ് മറികടക്കുന്നത്. ഫോട്ടോഗ്രാഫിയും ഡിസൈനിങ്ങുമാണ് ഈ 23-കാരന്റെ ഇഷ്ടവിനോദം. ശാരീരിക പരിമിതികൾക്ക് അക്ഷയുടെ ഇഷ്ടങ്ങൾ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല. ജന്മനാ ഉള്ള ഹൃദ്രോഗത്തെയും കാഴ്ച പരിമിതിയെയും മനസാന്നിധ്യം കൊണ്ട് മറികടന്നാണ് അക്ഷയ് നേട്ടങ്ങൾ കൈവരിക്കുന്നത്. ഫോട്ടോഗ്രാഫിയും ഡിസൈനിങ്ങുമാണ് ഈ 23-കാരന്റെ ഇഷ്ടവിനോദം. യൂട്യൂബിൽ നിന്നാണ് ഡിജിറ്റൽ പെയിന്റിന്റെ ബാലപാഠം അക്ഷയ് പഠിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിരവധി ചിത്രങ്ങൾ അക്ഷയ് ഇതിനോടകം വരച്ചു. യൂട്യൂബിൽ നോക്കി ആദ്യം കുറച്ച് പഠിച്ചു, പിന്നെ തന്നെ ചെയ്തു. മുഖ്യമന്ത്രിയുടെ, വീണ ജോർജ് മാഡം, പ്രേംകൃഷ്ണൻ സാറ്, പിന്നെ ബിന്ദു മാഡം, ശിവൻകുട്ടി സാറ്. നല്ല അഭിപ്രായമാണ്. സമ്മാനമൊക്കെ തന്നു. മുഖ്യമന്ത്രി നേരിട്ട് കണ്ടു. വലിയ കാര്യമായിരുന്നു സാറ്. സംസാരിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് സാറ്. ലാലേട്ടൻ്റെ, മമ്മൂക്കയുടെ നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ട്. മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളെ നേരിൽ കാണണമെന്നും അവരുടെ ചിത്രങ്ങൾ വരച്ച് സമ്മാനിക്കണമെന്നും അക്ഷയ്ക്ക് ആഗ്രഹമുണ്ട്. അക്ഷയുടെ സ്വപ്നങ്ങൾക്ക് കുടുംബാംഗങ്ങളും പൂർണ്ണ പിന്തുണയാണ് നൽകുന്നത്. ഇവന് എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടണമെന്നുള്ള ആഗ്രഹം എനിക്ക്. അവൻ്റെ അമ്മയുടെ വിഷമങ്ങളൊക്കെ അങ്ങ് മാറും. സാമ്പത്തികമായിട്ട് അവരിപ്പം ബുദ്ധിമുട്ടില്ല. പിന്നെ ഒത്തിരി ദൂരെ ആവല്ലെന്ന എൻ്റെ ആഗ്രഹം. അടുത്തെവിടെയെങ്കിലും, അടുത്തെന്ന് പറഞ്ഞാൽ പോയി വരാനുള്ള ശരിയാക്കാമെന്നാ പറഞ്ഞു. ഞാൻ നോക്കാമെന്നാ പറഞ്ഞു. അനുകൂല മറുപടിയായിരുന്നു. ഭിന്നശേഷി ഉദ്യോഗാർത്ഥികൾക്ക് എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിയമനം നൽകണമെന്ന് ആവശ്യപ്പെട്ടുള്ള പോരാട്ടത്തിലാണ് അക്ഷയ്. മറ്റ് പല വിഷയങ്ങളിലും ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ഈ യുവാവ്. ന്യൂസ് 18 പത്തനംതിട്ട. ഐഫോൺ ഉപയോഗിച്ച് വളാഞ്ചേരി സ്വദേശി തയ്യാറാക്കിയ സീക്രട്ട് ഓഫ് മന ഹ്രസ്വചിത്രം യൂട്യൂബിൽ തരംഗമാകുന്നു. ഐതിഹ്യമാലയിലെ മിത്തിനെ ആസ്പദമാക്കി വിശാഖോട്ടപ്പുറമാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഉറ്റ സുഹൃത്തുക്കളെയും നാട്ടുകാരെയും കഥാപാത്രങ്ങളാക്കിയാണ് വിശാഖ് ഹ്രസ്വചിത്രം ഒരുക്കിയിട്ടുള്ളത്. ആ കാണുന്ന പടിപ്പുര കണ്ടോ? അത് കടന്നു വേണം മനക്കെത്താൻ. ഇവിടെ ആകെ കാടും പൊന്തയാണല്ലോ. എന്നോട് ഞാൻ പറഞ്ഞല്ലോ നായി എടുക്കാറുണ്ടാവും. ഹൊറർ കോമഡി ജോണറിൽ വിശാഖോട്ടപ്പുറം തയ്യാറാക്കിയ ഹ്രസ്വചിത്രം ഇപ്പോൾ യൂട്യൂബിൽ തരംഗമാവുകയാണ്. സീക്രട്ട് ഓഫ് മന എന്ന് പേരിട്ടിരിക്കുന്ന ഹ്രസ്വചിത്രം ഐതിഹ്യമാലയിൽ നിന്നുള്ള ഒരു മിത്തിനെ അടിസ്ഥാനമാക്കിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. സസ്പെൻസ് നിലനിർത്തുന്ന ക്ലൈമാക്സ് കൂടി ഉൾപ്പെടുത്തി രണ്ടാം ഭാഗത്തിനുള്ള ആകാംക്ഷ പ്രേക്ഷകരിൽ നിലനിർത്തിയാണ് ചിത്രം അവസാനിക്കുന്നത്. ഇത് പിന്നെ നമ്മൾ ഈ ഐതിഹ്യമാലയിലുള്ള ഒരു മിത്തൊക്കെ ബേസ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. അത് പ്രസന്റ് കാലഘട്ടത്തിലേക്ക് കൊളാബ് ചെയ്ത് കഴിഞ്ഞുള്ള നമ്മളൊരു ശ്രമമാണ്. രണ്ടാം ഭാഗത്തിനുള്ള കഥ തയ്യാറാണെന്നും ഒക്ടോബറിൽ ഷൂട്ടിംഗ് തുടങ്ങി ഡിസംബറോടെ പ്രേക്ഷകരിലേക്ക് എത്തുമെന്നും സംവിധായകൻ വിശാഖോട്ടപ്പുറം പറഞ്ഞു. നമ്മൾ ആദ്യ ഭാഗത്തിൻ്റെ ഒരു അവസാനം ഒരു സസ്പെൻസോടെ നിർത്തി വെച്ചിരിക്കുകയാണ്. സെക്കൻഡ് ഭാഗം ചെയ്യാം എന്നുള്ള രീതിയിൽ.
അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ എഴുത്ത് കഴിഞ്ഞു. അപ്പോൾ ഒക്ടോബറിൽ ഷൂട്ട് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഉള്ള വെള്ളാപ്പള്ളി മനയിലാണ് ഇത് ഷൂട്ട് ചെയ്തത്. എന്തായാലും യൂട്യൂബിൽ ഇത് കണ്ട് വിജയിപ്പിച്ച എല്ലാ പ്രേക്ഷകരോടും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. സെപ്റ്റംബർ 13-നാണ് മദ്രാസ് മലയാളി എന്ന യൂട്യൂബ് ചാനലിൽ ഹ്രസ്വചിത്രം റിലീസ് ചെയ്തത്. കുറഞ്ഞ ബഡ്ജറ്റിൽ വളാഞ്ചേരിക്കടുത്തെ കോട്ടപ്പുറം വെള്ളാപ്പള്ളി മനയിലായിരുന്നു ചിത്രീകരണം. മുരളീകൃഷ്ണനാണ് നിർമ്മാണം. സംവിധായകൻ വിശാഖിൻ്റെ അടുത്ത സുഹൃത്തുക്കളും നാട്ടുകാരുമാണ് അഭിനേതാക്കൾ. പാതിരാക്കളം, മൂന്നാം തരകം, കാൽപ്പാട് എന്നിവയ്ക്ക് ശേഷം വിശാഖ് സംവിധാനം ചെയ്യുന്ന 4ാമത്തെ ഹ്രസ്വചിത്രമാണിത്. ന്യൂസ് 18 തിരൂർ. അന്തരിച്ച പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും മത്സ്യത്തൊഴിലാളി നേതാവുമായിരുന്ന VD മജീന്ദ്രന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് എറണാകുളം പള്ളുരുത്തിയിലെ പൊതുശ്മശാനത്തിൽ നടക്കും. ആദിവാസികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നടന്ന സമരങ്ങളിലും പ്ലാച്ചിമടയിലെ സമരത്തിലും നേതൃനിരയിലുണ്ടായിരുന്നു. മേധാ പട്കർക്കൊപ്പം പരിസ്ഥിതി മേഖലയിലും പ്രവർത്തിച്ചു വരികയായിരുന്നു. സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി, കേരള ഗ്രാമസ്വരാജ് ഫൗണ്ടേഷൻ സെക്രട്ടറി എന്നീ നിലകളിലും പ്രവർത്തിച്ചിരുന്നു. കൊച്ചിയിലെ പരിസ്ഥിതി വിഷയങ്ങളെല്ലാം സമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് മജീന്ദ്രൻ നേതൃപരമായ പങ്കുവഹിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലെ നിരവധി പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. മുരുടേശ്വറിലെ സായാഹ്ന കാഴ്ച അതിമനോഹരമാണ്. പ്രൗഢിയോടെ തല ഉയർത്തി നിൽക്കുന്ന ലോകത്തെ 2ാമത്തെ പൊക്കമുള്ള ശിവവിഗ്രഹം, ക്ഷേത്രത്തിലേക്കുള്ള അമ്പരച്ചുംബിയായ കവാടം. 10,000-ങ്ങളാണ് മുരുടേശ്വറിലേക്ക് പ്രവഹിക്കുന്നത്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ വന്നാൽ നമ്മൾ മുരുടേശ്വറിൽ പോകാതെ എങ്ങനെ മടങ്ങും? അവിടെ നിന്ന് 65 കിലോമീറ്റർ മാത്രം അകലെയുള്ള വളരെ മനോഹരമായ കർണാടകയിലെ ഏറ്റവും പ്രശസ്തിയുള്ള ഒരു ക്ഷേത്രം മുരുടേശ്വര ക്ഷേത്രം. തീർച്ചയായും ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ വന്നു പോകുന്നൊരു മഹാക്ഷേത്രത്തിന് മുൻപിലാണ്, മഹാതീർത്ഥാടന ക്ഷേത്രത്തിന് മുൻപിലാണ് ഞങ്ങളുള്ളത്. 3 വശവും അറബിക്കടലാൽ ചുറ്റപ്പെട്ട അതിമനോഹരമായ ലോകത്തിലെ 2ാമത്തെ ശിവലിംഗ ശിവപ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രം. എത്രത്തോളം മനോഹരമാണ് ഈ കാഴ്ചകൾ എന്നുള്ളത് ഇവിടെ വന്ന് കണ്ട് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് വ്യക്തമാക്കുക. മുരുടേശ്വരം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം ഈ ശിവപ്രതിമയാണ്. തൊട്ട് പുറകിൽ കാണുന്ന 123 അടി പൊക്കമുള്ള ലോകത്തിലെ 2ാമത്തെ ശിവപ്രതിമയാണ് ഇത് എന്നുള്ളതാണ്. ഈ ശിവപ്രതിമ കാണാനായി ഇവിടേക്ക് ഭക്തലക്ഷങ്ങളുടെ വലിയ ഒരു പ്രവാഹമാണ്. സൂര്യപ്രകാശം പതിക്കുമ്പോൾ തിളങ്ങുന്ന പ്രതിമ. ഇപ്പോൾ അറ്റകുറ്റപ്പണികളാണ്, പെയിന്റിംഗ് ജോലികളും മറ്റും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ മാത്രമേ നമുക്കിപ്പോൾ ലഭ്യമാകുകയുള്ളൂ. പക്ഷേ ഇവിടെ കണ്ടു മടങ്ങിയ ഭക്തരുടെയൊക്കെ മനസ്സിൽ ഈ ശിവപ്രതിമയുടെ വളരെ മനോഹരമായ രൂപമുണ്ട്. തീർച്ചയായും ഈ ക്ഷേത്രം ആദ്യമായിട്ട് കാണുന്നവർ അത്ഭുതപ്പെട്ടു പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എല്ലാവരും ഒന്ന് കണ്ണ് തുറന്ന് നോക്കും, ചുമ്മാതെ നോക്കി നിൽക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രഞ്ജിത്ത്, ഈ വർഷങ്ങൾക്ക് മുൻപ് വെറും ഒരു അരയ ഗ്രാമം മാത്രമായിരുന്നു ഈ മുരുടേശ്വർ എന്നാണ് പറയുന്നത്. RN ഷെട്ടി എന്ന മനുഷ്യസ്നേഹിയുടെ ഒരു കഠിന പ്രയത്നത്തിന്റെ ഫലം കൂടിയാണ് ഈ മുരുടേശ്വർ ക്ഷേത്രം ഇന്ന് നമ്മൾ കാണുന്ന വിധത്തിൽ ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മൂകാംബികയിൽ വന്നു പോകുന്ന ഭക്തരൊക്കെ നേരെ ഇവിടെ വന്ന് മുരുടേശ്വരനെയും കണ്ടതിന് ശേഷമാണ് തിരിച്ച് പോകുന്നത്. നമുക്കറിയാം കർണാടക പല വിധത്തിലുള്ള ഒരുപാട് പ്രത്യേകതയുള്ള ക്ഷേത്രങ്ങളുടെ ഒരു സംസ്ഥാനം കൂടിയാണ്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വലിയ വരുമാനങ്ങൾ, ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ടൂറിസവുമായി ബന്ധപ്പെട്ട് വലിയ വരുമാനം കർണാടക സർക്കാരിന് കർണാടകയിലെ പല പ്രദേശങ്ങൾക്ക് ലഭിക്കാറുണ്ട്. പല പ്രദേശങ്ങളിലെയും അഭിവൃദ്ധിക്ക് കാരണമാകുന്ന ഇത്തരം ക്ഷേത്രങ്ങൾ കൂടിയാണ്. അത്തരത്തിലുള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ മുരുടേശ്വരം എന്നുകൂടി നമ്മൾ ഓർത്തുവെക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. രാജഗോപുരം കടന്ന് നമ്മൾ നേരെ എത്തുന്നത് ഈ പടുകൂറ്റൻ ഗോപുരത്തിലൂടെ ക്ഷേത്രത്തിന് ഉള്ളിലോട്ട് പ്രവേശിക്കാനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ ഇവിടെ കാണുന്ന ആളുകളെ എല്ലാവരെയും. ഈ ശിവക്ഷേത്രത്തിനും ശിവപ്രതിമയ്ക്കും രാജഗോപുരത്തിനും മാത്രമല്ല, ഇതിനിടയിൽ ഒരുപാട് കാഴ്ചകൾ ഈ ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളത് കൂടി ഇവിടെ ചേർത്ത് വെക്കണം ഭവ്യ. കാരണം ചുറ്റോട് ചുറ്റുമുള്ള ചെറിയ ക്ഷേത്രങ്ങൾ, ഉപക്ഷേത്രങ്ങൾ, ഒപ്പം അതിമനോഹരമായുള്ള ഇതിന്റെയൊക്കെ ഒരു നിർമ്മാണം, ആ നിർമ്മാണത്തിന്റെ വാസ്തുവിദ്യയൊക്കെയാണ് ഈ ക്ഷേത്രത്തിലേക്ക് സഞ്ചാരികളെ ഒരുപാട് ആകർഷിക്കുന്നത്. എല്ലാം ഈ ക്ഷേത്രം മുഴുവൻ കരിങ്കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ക്ഷേത്രം എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മുഖ്യപ്രതിഷ്ഠ നമ്മൾ പറഞ്ഞു മുരുടേശ്വരനാണ്. അത് മാത്രമല്ല, ഈ മുഖ്യപ്രതിഷ്ഠ ഇരിക്കുന്ന ശ്രീകോവിലിന് ചുറ്റും നിറയെ ഉപദേവങ്ങളുമുണ്ട്. ശ്രീകോവിലിന് മുൻപിലായി ഒരു നന്ദി മണ്ഡപമടക്കം ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. നമുക്ക് ചുറ്റും കാണാം അറബിക്കടലാണ്. ഈ കടലിൽ കാണാനും എത്തുന്ന ആളുകൾ അല്ലേ, അതിമനോഹരമായ കടലിന്റെ ദൃശ്യങ്ങൾ കൂടി ഈ ക്ഷേത്രത്തിന്റെ മുകളിൽ നിന്ന് കാണാമെന്നുള്ളതാണ്. മറ്റൊന്നാണ് ഇവിടുത്തെ കോട്ട. വിജയനഗര രാജാക്കന്മാർ നിർമ്മിച്ച ഒരു കോട്ട. ടിപ്പു സുൽത്താനും പിന്നീട് വന്ന മൈസൂർ രാജാക്കന്മാരും ഒക്കെ കോട്ടയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്നാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന
മുരുടേശ്വർ ബീച്ചും ഇവിടെ സഞ്ചാരികളെ ഒരുപാട് ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടേക്കുള്ള യാത്രയൊക്കെ ഒരുപാട് ആസ്വദിക്കാവുന്ന ഒരു കാഴ്ച തന്നെയാണ്. വലിയൊരു വൃത്തിയും വെടിപ്പും ഒക്കെ തന്നെയാണ് ഈ ക്ഷേത്രത്തിന്റെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ അത്രമേൽ വൃത്തിയുള്ളൊരു സ്ഥലം കൂടിയാണ്. കറക്റ്റ് ഒരു 60 കിലോമീറ്റർ ദൂരം മാറിയാണ് മുരുടേശ്വരം. അപ്പോൾ മൂകാംബികയിൽ വരുന്നവരൊക്കെ മുരുടേശ്വരം കൂടി കണ്ടിട്ട് വേണം തിരിച്ചു പോകാൻ. ഈ മാംഗ്ലൂർ, മുംബൈ, കൊങ്കൺ റെയിൽവേ റൂട്ടിലൊക്കെ മുരുടേശ്വർ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ യാത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നവരാത്രിക്ക് മൂകാംബിക ലക്ഷ്യമാക്കി യാത്ര പുറപ്പെടുന്നവർക്കൊക്കെ ഒരു പുത്തൻ ഒരു അനുഭവം കൂടി ആയിരിക്കും മുരുടേശ്വരം എന്ന കാര്യത്തിൽ സംശയമില്ല. കർണാടകയിൽ തലയുയർത്തി നിൽക്കുന്ന മുരുടേശ്വര ക്ഷേത്രത്തിന്റെ കാഴ്ചകളാണ് പ്രേക്ഷകർ കണ്ടത്, വിശേഷങ്ങളാണ് കേട്ടത്. അതെ, കർണാടകയിൽ നമ്മൾ മൂകാംബികയിൽ കൊല്ലൂരിൽ നവരാത്രി ആഘോഷത്തിനായി എത്തുമ്പോൾ, നവരാത്രി അനുഗ്രഹം തേടി എത്തുമ്പോൾ മറക്കരുത്, മുരുടേശ്വര ക്ഷേത്രത്തിൽ വരണം, ഇവിടുത്തെ കാഴ്ചകൾ കാണണം, ഭഗവാന്റെ അനുഗ്രഹം തേടണം. ഭവ്യ പാർവതിക്കും വിനോദ് കുമാറിനുമൊപ്പം രഞ്ജിത് രാമേന്ദ്രൻ, ന്യൂസ് 18. നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ കൂടി. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 10,945 രൂപ, പവന് 87,560 രൂപ. സ്വർണം 18 കാരറ്റ് ഗ്രാമിന് 9,060 രൂപ, പവന് 72,480 രൂപ. വെള്ളി ഗ്രാമിന് 160 രൂപ, കിലോഗ്രാമിന് 1,60,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം കാണാം അടുത്ത വാർത്താ ബുള്ളറ്റിൻ. ശ്രീജ ശ്യാം ചേരും.